ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മൈ ഡിയേഴ്സ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എവിടെ 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 എല്ലാവരും എത്തിയോ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഓക്കെ 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 ഓക്കെ. എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? സന, ഷബ്ന, ഇനീഷ്യ, ഫത്തിമ, സന, ഓക്കെ. അമ്മു, കുറെ ആളുകളുടെ ചാറ്റുകളൊക്കെ കാണുന്നുണ്ട്. യെസ് മൈ ഡിയേഴ്സ്. സോ മക്കളെ സെറ്റ് അല്ലേ? ജലീബീൻ, റോണോവ, അമ്മു, Roronova, okay. What a name. Yes, my dears. Are you ready? Good evening, Makale. Good evening. Dhruda. What a indale. Sia. Okay, Satyan. Good evening. Satyan V. Krishnan. Okay, good. So, എല്ലാവരും Chemical Kinetics CUET CUET 2024 ന്റെ Endgame 4.0 CUET Endgame 4.0 ൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയുടെ കെമിക്കൽ കൈനറ്റിക്സിന്റെ പാർട്ട് 4. റെഡിയാണോ? നെബ്യൂല. യെസ്, നെബ്യൂല. ഓക്കെ, നെബ്യൂല റെഡി. പാർട്ട് 4 എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് രാവിലെ ആപ്പ് ലൈവിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ലേ? ഉണ്ട്. എന്തൊക്കെയാ രാവിലെ ഡിസ്കസ് ചെയ്തേ? രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് കൊളീഷൻ തിയറി എന്താ, രണ്ടാമത്തേത് ഒരു കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിക്കുക. ഇതാണ് ശരിക്കും പാർട്ട് 4 ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തിന്റെ 100 ക്വസ്റ്റ്യൻ സീരീസിൽ ആ ഭാഗത്ത് രാവിലെ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമല്ല അതുണ്ട്, അതിനൊപ്പം ഈ ചാപ്റ്ററിലെ മൊത്തം ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ചോദ്യങ്ങൾ എടുത്തുള്ളത്. കാരണം ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സിലെ മൊത്തം ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്ത എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. ആര് റെഡി? റെഡിയാണോ മക്കളെ? സെറ്റ് അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാതെ ഒന്ന് കത്തിക്കടാത്, ഒന്ന് തീയിട്ട് കത്തിക്കടാ ചാറ്റ് ബോക്സ് മക്കളെ. യെസ്, ഓക്കെ 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 മൈ ഡിയേഴ്സ്. ക്യുഎറ്റിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ല. ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ക്യുഎറ്റിന്റെ ചാനൽ കൃത്യമായി നിങ്ങളെ അറിയിക്കും. യെസ്, ഫയർ നോക്കട്ടെ, സേഫേ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നോക്കിയിട്ട് അങ്ങനെ ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ വരും. ഡോണ്ട് വറി. യാ, ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. സോ ലെറ്റ് us start. ആദ്യ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ മക്കളെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡികമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫേസ് ഇസ് 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ K എന്ന് പറയുന്നത് 2.5 into 10⁻⁻⁴ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഓക്കെ, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് H2 എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അമോണിയ ഡികമ്പോസ് ചെയ്യുന്നതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതണം. അമോണിയ ഡികമ്പോസ് ചെയ്താൽ എന്തൊക്കെയായി മാറും? നൈട്രജനായും ഹൈഡ്രജനായും മാറും. ബാലൻസ് ഇക്വേഷൻ എഴുതുമ്പോൾ 2NH3 and 3H2. റെഡി ആണല്ലോ മക്കളെ? ആണ്. ഇനി നമ്മൾ എങ്ങനെ എഴുതുക? നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പൊ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് d(H2)/dt ആണ് മക്കളെ. d(H2)/dt ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ടേമിൽ നമ്മൾ എഴുതുമ്പോൾ -1/3 d(H2)/dt എന്നാണ് വരിക. അതിൽ നിന്നാണ് നിങ്ങൾ d(H2)/dt അഥവാ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ശരിക്കും എത്രയാണ് വരിക മക്കളെ? 3 into റേറ്റ് ആണ് വരിക. റെഡി അല്ലേ? നെഗറ്റീവ് സൈന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. അത് റേറ്റിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ 3 into റേറ്റ് ആ വരിക. റേറ്റ് ഉണ്ടോടാ? റേറ്റ് ഇല്ല സാർ. റേറ്റ് ഉണ്ടെങ്കിലല്ലേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. റേറ്റ് ചോദ്യത്തിലുണ്ടോ? ഇല്ല. റേറ്റിന് പകരം റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദ്യത്തിലുള്ളത്. വേറൊരു ഡാറ്റ പറയുന്നു ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ റേറ്റ് ലോ ഒന്ന് എഴുതി നോക്കിയാലോടെ മക്കളെ. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ റേറ്റ് ലോ ഞാനൊന്ന് എഴുതാൻ പോകുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ. റേറ്റ് ലോ നമ്മൾ എഴുതുന്നു. എങ്ങനെയാ ഇതിന്റെ റേറ്റ് ലോ എഴുതുക? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു K into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു 0.
മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം ഇല്ല. റേറ്റ് എന്ന് പറയുന്നത് കെ തന്നെയാണ്. അപ്പൊ കെയുടെ വാല്യൂ തന്നതിലൂടെ റേറ്റ് അല്ലേ നിങ്ങളോട് പറയുന്നത്? അതേ സാർ, റേറ്റ് ആണ് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ റേറ്റിന്റെ വാല്യൂ കിട്ടിയല്ലോ. സോ 3 into എത്രയാ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത്? 2.5 into 10 raised to minus 4. 3 into 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 7.5 into 10 raised to minus 4. 7.5 into 10 raised to minus 4 is given as option B. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ. ഈ ചോദ്യം 2023 ക്വെറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് ഫ്രം ദി ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. ആൻഡ് ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം മക്കളെ, അടുത്ത ചോദ്യം അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നേ മക്കളെ. അടുത്ത ചോദ്യം എന്താ ചോദ്യം? ചോദ്യം പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് 2.3 into 10 raised to minus 5 liter per mole per second ആണെങ്കിൽ വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്നാണ് ചോദ്യം. മക്കളെ, ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പറയുക? ലിറ്ററിന്റെ പവറിനൊപ്പം പവർ ഓഫ് ലിറ്ററിനൊപ്പം 1 കൂട്ടിയാ മതി. ശരിയല്ലേ? പവർ ഓഫ് ലിറ്റർ ഇവിടെ എത്രയാ? 1. സോ 1 plus 1. വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ മക്കളെ? 2 ഈസ് ദി ആൻസർ. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ മക്കളെ. ഇതും 2023 ക്വെറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ചോദ്യമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ എടുക്കുകയാണെ. യെസ് മക്കളെ, അടുത്ത ചോദ്യം. ദ മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് എലമെന്ററി റിയാക്ഷൻസ്. എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുക. ഒന്നിലധികം സ്റ്റേജുകളിൽ നടക്കുന്ന റിയാക്ഷനുകളെ കോംപ്ലക്സ് റിയാക്ഷനുകൾ എന്നാണ് പറയാം. റൈറ്റ്? യാ. ഒരു എലമെന്ററി റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി ഇത് എത്രയാ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് അവന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാ? 1 മോൾ അമോണിയം നൈട്രൈറ്റ് ആണ് റിയാക്ട് ചെയ്യുന്നത്. Therefore the molecularity is also 1. Molecularity is also 1. സിമ്പിൾ ചോദ്യം. ഇനി ഞാൻ പറയുകയാണ് മക്കളെ, ഇതും 2023 ക്വെറ്റിന്റെ ചോദ്യ പേപ്പറിലെ ചോദ്യമായിരുന്നു. കൈനറ്റിക്സിലെ മക്കളെ, സെറ്റല്ലേ? ആണ്. അടുത്ത ചോദ്യം. The decomposition of ammonia on platinum surface is a zero order reaction. തന്നിരിക്കുന്ന റിയാക്ഷൻ 0 order ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. How much time it will take for 1 into 10 raised to minus 4 moles per liter of ammonia to reduce into half? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ നേർ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുക. അപ്പൊ ഒരു 0 order റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കാണാനാണ് ചോദ്യം. ഒരു 0 order റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ 2k ആണ് എന്നറിയാത്ത ഒരു കുട്ടിയും ഈ ക്ലാസ് കേൾക്കുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത് പഠിപ്പിച്ചതാണ് ക്ലാസ്സിൽ. മക്കളെ, R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാ? 1 into 10 raised to minus 4 by 2 into റേറ്റ് കോൺസ്റ്റന്റ് എത്രയാണ് എന്ന് ചോദ്യത്തിന്റെ ബ്രാക്കറ്റിൽ ഉണ്ട്. 0.5 into 10 raised to minus 4. 10 raised to minus 4ഉം 10 raised to minus 4ഉം ക്യാൻസൽ ആയി പോയാൽ ബാക്കി എന്താ ഉള്ളേ? 1 by 2 into 0.5 എന്ന് പറയുന്നത് 1 ആണ് മക്കളെ. Therefore T half is equal to 1 second എന്ന ആൻസർ വരും. 1 സെക്കൻഡ് ആണ് അവന്റെ ഹാഫ് ലൈഫ് പീരീഡ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഹാഫ് ലൈഫ് കാണുന്ന ഒരു ചോദ്യം കൂടി ചെയ്തു. നമ്മൾ ഈ ചാപ്റ്ററിലെ മൊത്തം ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ റിവൈസ് ചെയ്ത എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം ഇന്നത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ചോദ്യം എടുക്കട്ടെ ഞാൻ. ഓക്കെ, T99% വിത്ത് റെസ്പെക്ട് ടു T90 ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ T99% എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T90യുടെ എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം. എത്ര ടൈംസ് ആണ് T90യുടെ? അപ്പൊ നമ്മൾ രണ്ടിന്റെയും ഇക്വേഷൻസ് എഴുതണം. T90 എന്ന് പറയുന്നത് 2.303 by k into log 100 by 100 minus 90. അപ്പൊ 10 വരും. ശരിയല്ലേ? 100 by 100 minus x ആണല്ലോ.
എക്സ് 90 ആണല്ലോ. അപ്പൊ 100 മൈനസ് 90 എന്ന് പറയുന്നത് 10 ആണ്. മക്കളെ log 100 by 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 10 അല്ലേ വരിക? log 10 ആണ് വരിക. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ T90 എന്ന് പറയുന്നത് 2.303 by k ഇൻറ്റു log 10 എത്രയാ? 1 ആണ്. log 10 1 ആണ്. അപ്പൊ മക്കളെ T90 എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 2.303 by k മാത്രമേ ഉള്ളൂ. ഇനി ഇതേപോലെ എന്റെ മക്കൾ T99 ഇക്വേഷൻ എന്ന് എഴുതിയടാ. 2.303 by k log 100 by 100 minus 99 എന്ന് പറഞ്ഞാൽ 1. log 100 by 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 100 തന്നെയാണ്. Am I right? ആണ്. So this is equal to 2.303 by k log 100 എന്ന് പറയുന്നത് 2 അല്ലേ? ആണ്. 2 ആണ്. ഇതാണ് T99. ഇനി എന്റെ മക്കൾ നോക്കിയാടാ മക്കളെ, T99 by T90 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2.303 by k into 2 divided by 2.303 by k. Am I right? 2.303 by k യും 2.303 by k യും ക്യാൻസൽ ആയാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടും? T99 by T90 രണ്ടാണെന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ T99 എന്ന് പറയുന്നത് 2 times T90 ആണെന്ന് കിട്ടും. And the answer is option 4 is the right answer. Jelly bean, you are correct my dear. You are correct. എന്റെ മാനം കാത്തു നീ, എന്റെ മാനം കാത്തു. ദിയ, you are also. Yes. എവിടെ എന്റെ ബാക്കിയുള്ള മക്കൾ എവിടെ? ബാക്കിയുള്ള മക്കൾ എവിടെ മക്കളെ? എന്താണ് നിങ്ങൾ ഓപ്ഷൻ 4 എന്ന് പറയാത്തത്? ചെയ്തെത്തിയിട്ടില്ലേ നിങ്ങൾ? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണോടാ? ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റ് ആണോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം എടുത്താൽ നിങ്ങൾ ചെയ്യൂ. ആദിത്യ, യു ഗോട്ട് ഇറ്റ് മൈ ഡിയർ. ഓക്കെ എടാ, അടുത്ത ചോദ്യം എടുത്തു. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സമയമില്ല, നമ്മളിങ്ങനെ ചോദ്യത്തിന് പുറകെ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഫാസ്റ്റ് ആയിട്ട്. എ റിയാക്ഷൻ വിച്ച് ഈസ് ഫസ്റ്റ് ഓർഡർ, അപ്പൊ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എ അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ്, അപ്പൊ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 0.5 മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ എയുടെ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എ 0.05 മോൾസ് പെർ ലിറ്റർ ആകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. എത്ര സമയം എടുക്കും? അപ്പൊ സമയം നമ്മൾ എങ്ങനെയാ കാണുക? T ഈസ് ഈക്വൽ ടു 2.303 by k log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു 2.303 by k യുടെ വാല്യൂ 6 log of R0 0.5. R എത്രയാ? ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.05. മക്കളെ 2.303 divided by 6 into log 0.5നെ 0.05 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. log 10 എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണെന്നറിയാത്ത ഒരാളും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ 2.303യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സാർ നമുക്ക് എത്ര കിട്ടും? 0.384 കിട്ടും സാർ. 0.384 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. ഓപ്ഷൻ എ. നോക്കണം മക്കളെ, എന്ത് രസമുള്ള ചോദ്യം നോക്കിയേ. ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ വളരെ രസമുള്ള ചോദ്യങ്ങളാണ് എല്ലാം. ഒരു ചോദ്യം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാനുള്ള ത്രില്ലായിരിക്കണം. അത് കഴിയുമ്പോൾ അടുത്ത ചോദ്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമായിരിക്കണം, ത്രില്ലായിരിക്കണം നമുക്ക് വേണ്ടത്. ഓരോ ചോദ്യവും നിങ്ങൾ ത്രില്ലടിച്ച് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് മൈ ഡിയേഴ്സ്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? യെസ്. കാൽക്കുലേഷൻ അത്ര വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ല, എനിക്കറിയാം. മക്കളെ അടുത്ത ചോദ്യം നോക്കൂ. T50. T50 എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ T ഹാഫാ. 50% കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയമാണ് T50. ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് ആണ് T ഹാഫ് എങ്കിൽ 10 മോൾസ് പെർ ലിറ്റർ വെച്ച് തുടങ്ങിയാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ എത്രയാണ് ബാക്കി ഉണ്ടാക്കുക? അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. മക്കളെ, ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. ഓക്കെ ആണോ? റെഡി ആണോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, റേറ്റ് ആണ് ചോദ്യം, ഫൈനൽ കോൺസെൻട്രേഷൻ അല്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ മക്കളൊന്ന് നോക്കിയേ, നമ്മൾ എങ്ങനെയാ റേറ്റ് കാണുക? റേറ്റ് ലോയിൽ നിന്ന് എന്താ റേറ്റ് ലോ? K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് റേസ് ടു 1. കാരണം ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് റേസ് ടു 1. ഓക്കെ ആണ് മക്കളെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കെയുടെ വാല്യൂ ഉണ്ടോ? ഇല്ല സർ.
പകരം ഹാഫ് ലൈഫ് ആണല്ലേ. ആയിക്കോട്ടെ, ഹാഫ് ലൈഫിൽ നിന്ന് കെ കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 0.693/t½ ചെയ്താൽ നിങ്ങൾക്ക് കെ കിട്ടും. അതായത് 0.693/t½ എത്രയാ മക്കളെ? t½ 10 മിനിറ്റ് ആണ്. 0.693/10. Am I right? 0.693/10. അതായത് 0.0693 ആണ് കെയുടെ വാല്യൂ. ഇത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. കെ എന്ന് പറയുന്നത് 0.0693 ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എന്ന് പറയുന്നത് 10 മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ മക്കളെ 10 മോൾസ് പെർ ലിറ്റർ, അയ്യോ 10 മോൾസ് പെർ ലിറ്റർ അല്ലല്ലോടാ. 10 മോൾസ് പെർ ലിറ്റർ ആണോ അത്? അല്ലല്ലോടാ മക്കളെ, അല്ല. കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എത്ര വരും? അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണേ. കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് തന്നിട്ടില്ല. ഈ തന്നിരിക്കുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് മക്കളെ. സോ ശ്രദ്ധിക്കണേ, R0 ആണ് തന്നിരിക്കുന്നത്, അതല്ല നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ. R0 ആണ് 10 മോൾസ് പെർ ലിറ്റർ എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 20 മിനിറ്റ് കഴിയുമ്പോൾ എത്രയാ ബാക്കി ഉണ്ടാവുക? 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഹാഫ് ലൈഫാ? ഹാഫ് ലൈഫ് 10 മിനിറ്റ് ആണല്ലോ. അപ്പൊ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഹാഫ് ലൈഫ് ആണ് മക്കളെ? 2 ഹാഫ് ലൈഫ് ആണ്. 20 മിനിറ്റ് എന്ന് പറയുന്നത് 2 ഹാഫ് ലൈഫ് ആണ്. അപ്പോൾ 10ൽ നിന്ന് തുടങ്ങിയാൽ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 5 ബാക്കി ഉണ്ടാവും. രണ്ടാമത്തെ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 2.5 ബാക്കി ഉണ്ടാവും. അപ്പൊ ഈ 2.5 മോൾസ് പെർ ലിറ്റർ ആണ് നിങ്ങളുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. 2.5 മോൾസ് പെർ ലിറ്റർ. ആൻഡ് 0.693 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ വേണ്ട. കാരണം 0.693 into 2.5 മാത്രം മതി. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? റെഡി അല്ലേ? യെസ്. അപ്പൊ മക്കളെ റേറ്റ് ആണ് ചോദിച്ചത്. ഒരു ഇത്തിരി വളഞ്ഞ വഴിയുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയ ആൻസർ കിട്ടും. റേറ്റ് കാണാൻ നമുക്ക് കെയുടെ വാല്യൂ വേണം. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഹാഫ് ലൈഫിൽ നിന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് വേണം. തന്നിരിക്കുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ 20 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഹാഫ് ലൈഫ് ആണെന്ന് കണ്ടുപിടിച്ചു. അത്രയും ഹാഫ് ലൈഫുകൾ കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് കൊണ്ടുവന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ജെലിബീൻ, യു ഗോട്ട് ഇറ്റ്. ഓക്കെ മക്കളെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്കത് ബുദ്ധിമുട്ടുകളില്ല എന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കണ്ടേ? അടുത്ത ചോദ്യം ഞാൻ എടുക്കാൻ പോവുകയാണ്. സി ദ നെക്സ്റ്റ് വൺ. ഓക്കെ. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A gives P. The temperature dependent rate constant was found to follow log K is equal to -2000 into 1/t plus 6. ഇതുപോലൊരു ഇക്വേഷനെ എന്റെ മക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ മക്കളെ? അത് ഞാൻ ln K is equal to -EA/R plus ln A എന്നായിരുന്നു. LOG മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് log K is equal to -EA/2.303 into R plus log A എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ ഫോർമാറ്റിലാണ് നിങ്ങളുടെ ഇക്വേഷൻ. log K is equal to -2000. Am I right? RT ഉണ്ടല്ലേടാ മക്കളെ. -2.303 RT ഉണ്ട്. ഇവിടെ T ഉണ്ട്. ഞാൻ മറന്നു പോയതാണ്. ബൈ T പ്ലസ് 6. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളോട് ചോദിച്ചത് A എത്രയാണെന്ന് കണ്ടുപിടിക്കണം, EA എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ നോക്കണേടാ മക്കളെ. സി -EA/2.303 RTക്ക് പകരമല്ലേ ഈ ടേം? അതെ, അത് അതേപോലെ ഒന്ന് പുറത്തേക്ക് എഴുതിയേ. -EA/2.303 RT എന്ന് പറയുന്ന ടേമിന് പകരമാണ് -2000/T. അപ്പോ മൈനസും മൈനസും ക്യാൻസൽ ആകുന്നു, ടിയും ക്യാൻസൽ ആകുന്നു. ഇനി ആരാ ബാക്കിയുള്ളതെന്ന് മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് EA എന്ന് പറയുന്നത് 2000 into 2.303 into R. Rന്റെ വാല്യൂ എത്രയാ? 8.314. ഇത്രയും നിങ്ങൾ ചെയ്താൽ ആക്ടിവേഷൻ എനർജി കിട്ടും. ആക്ടിവേഷൻ എനർജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാ മക്കളെ ആൻസർ കിട്ടുക? ഞാനൊരു കാര്യം പറയട്ടെ. ആക്ടിവേഷൻ എനർജി ചെയ്താൽ 38,290 എന്ന ആൻസർ കിട്ടും. ഇത്രയും ജൂൾസ്. പക്ഷെ ആക്ടിവേഷൻ എനർജിയുടെ യൂണിറ്റുകളെല്ലാം കിലോ ജൂളിലാണ്. അപ്പൊ നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 38.29 കിലോ ജൂൾ എന്ന് ആക്ടിവേഷൻ എനർജി കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഉണ്ട് സാർ, ദ ആൻസർ. പക്ഷേ എ കൂടി കണ്ടുപിടിക്കണ്ടേ? എ കണ്ടുപിടിക്കാതെ തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. ഇനി എ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ലോഗ് എ എന്ന് പറയുന്നതിന് പകരമാണ് മക്കളെ എന്ത്? 6. അപ്പൊ ലോഗ് എ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആന്റി ലോഗ് ഓഫ് 6 ആയിരിക്കണം.
ആന്റി ലോഗ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 10⁻6 ആ. ആന്റി ലോഗ് ഓഫ് 6 എന്ന് പറയുന്നത് 10⁻6 ആ. അപ്പൊ കറക്റ്റാ, 1 into 10⁻6 ആ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. ഓപ്ഷൻ ഡി. സെറ്റ് ആണോ? ക്ലിയർ ആണോ മക്കളെ? ഡൗട്ടുകൾ ഉണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നു. അപ്പൊ നമ്മൾ അതിന് ഈ എയുടെ ടേം കമ്പയർ ചെയ്തെടുത്തു, എയുടെ ടേം കമ്പയർ ചെയ്തെടുത്തു. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? നിങ്ങൾക്ക് അടുത്ത ചോദ്യം എടുക്കട്ടെ. ശരി. In a reaction 2A gives products, the concentration of A decreases from 1 to 0.8 in 20 minutes. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 ആയിരുന്നു, ഫൈനൽ കോൺസെൻട്രേഷൻ 0.8 ആണ്, 20 മിനിറ്റ് ആണ് സമയം. ആൻഡ് റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഡ്യൂറിങ് ദിസ് ഇന്റർവെൽ. ഒരു ഇന്റർവെല്ലിലെ റേറ്റ് എന്ന് പറയുമ്പോൾ യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി ആവറേജ് റേറ്റ്. ഒരു ഇന്റർവെല്ലിലെ, ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് റേറ്റ് ആണ്. ആ ആവറേജ് നമ്മൾ എങ്ങനെയാ കാണാ? എയുടെ ടേമിലല്ലേ, എ റിയാക്ടന്റ് അല്ലേ, -1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം. മക്കളെ, -1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം 20. മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 0.8 1 പോയി കഴിഞ്ഞാൽ -0.2 ബൈ 20. മൈനസും മൈനസും പോയാൽ ബാക്കി പ്ലസ് ഉണ്ടാവും. 0.2 ബൈ 2 ഇൻറ്റു 20. Am I right, my dears? ക്ലിയർ ആണോ പറയുന്നത്? 0.2 ബൈ 2 ഇൻറ്റു 20. അപ്പൊ നിങ്ങൾ നോക്കണേ, 0.2ഉം 2ഉം ക്യാൻസൽ ആയാൽ താഴെ 10 എന്ന് പറയുമ്പോൾ താഴെ 1/200 വരും. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/20 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. 1/200 എന്ന് പറയുന്നത് 0.005 ആണ്. നോ ഡൗട്ട്. ഓപ്ഷൻ എവിടെയാ മക്കളെ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് റേറ്റ് ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? അടുത്ത ചോദ്യം എടുത്താൽ നിങ്ങൾ ചെയ്യുമോ? ഓക്കെ, റെഡി. അടുത്ത ചോദ്യം. ഫോർ ദ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡിഫറൻഷ്യൽ ഫോം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് റേറ്റ് ലോ എഴുതാം ആദ്യം. മക്കളെ, റേറ്റ് ലോ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NOയുടെ പവർ ഇവിടെ 2 അല്ലേ? അപ്പൊ നമ്മൾ പവർ 2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2ന്റെ പവർ 1. റെഡി ആണല്ലോ? ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ, റിയാക്ടന്റിന്റെ ടേമിൽ റേറ്റ് എങ്ങനെ എഴുതാം മക്കളെ? റിയാക്ടന്റുകളുടെ ടേമിൽ റേറ്റ് എങ്ങനെ എഴുതുക? -d/r/dt. അപ്പൊ രണ്ടും റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നെങ്കിൽ രണ്ടിന്റെയും RHSകൾ ഇക്വേറ്റ് ചെയ്താൽ -d/r/dt എന്ന് പറയുന്നത് k ഇൻറ്റു NO² ഇൻറ്റു O2⁻1 എന്നല്ലേ വരിക? ഓപ്ഷൻ സി അല്ലേ മക്കളെ ആൻസർ ആവുക? ഓപ്ഷൻ സി അല്ലേ ആൻസർ ആവുക? ഡൗട്ട് ഇല്ലാലോ നിങ്ങൾക്ക്? അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പൊക്കോട്ടെ. സെറ്റ് ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ മക്കളെ, ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ സെറ്റ് ആണോ? അത് ഓക്കെ ആണോ? യെസ്. അരീനിയസിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. k ഈസ് ഈക്വൽ ടു a ഇൻറ്റു e⁻⁻ എന്ന് പറയുന്നതിൽ e⁻⁻ എന്തിനെയാണ് സൂചിപ്പിക്കുക? e⁻⁻ സൂചിപ്പിക്കുന്നത് ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ കൈനറ്റിക് എനർജിയുള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനെയാണ് എന്ന് ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ റൈറ്റ് ആൻസർ ഇസ്, നോക്കൂ, ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഹാവ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലപ്പോഴും ചോദ്യ പേപ്പറിൽ ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ ആദിത്യ, എസ് ജെല്ലിബീൻ, എസ് സിയ. ഓക്കെ മക്കളെ, എങ്കിൽ ഇത് സിമ്പിൾ ചോദ്യമായിരുന്നില്ലേ? എന്നാൽ വേറൊരു ചോദ്യം എടുക്കാം മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൽ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താ? കാറ്റലിസ്റ്റിന്റെ റോൾ എന്താ? കാറ്റലിസ്റ്റ് യഥാർത്ഥത്തിൽ ചെയ്യുക, ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ റിയാക്ഷന്റെ ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ കൊടുത്തുകൊണ്ട് അതിന്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കും. റിയാക്ടന്റുകളുടെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് നോക്കൂ, ഇതാണ് കാറ്റലിസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇതാണ് പാത്വേ എങ്കിൽ, കാറ്റലിസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇതാണ് പാത്വേ എങ്കിൽ, കാറ്റലിസ്റ്റ് ഉള്ള സമയത്ത് പാത്വേ എന്ത് ചെയ്യും? കുറച്ചുകൂടി താഴേക്ക് വരും. Am I right? Yes. So alternative pathway provide ചെയ്യും by decreasing the activation energy. എ അല്ലാതെ മറ്റൊരു തരത്തിലേക്കും എന്റെ മക്കൾ പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ദിയയും ഷീനയും ഒക്കെ സർ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന്, ഫാത്തിമത്ത സുഹറയും പറയുന്നുണ്ട് സർ എ ആണ്, ജെല്ലിബീൻ, ആദിത്യ എല്ലാവരും പറയുന്നുണ്ട് സർ ഓപ്ഷൻ എ ആണ്. എങ്കിൽ മക്കളെ, ഈ ചോദ്യം നോക്ക്.
EF എന്ന് പറയുന്നതും EB എന്ന് പറയുന്നതും ഒരു റിയാക്ഷന്റെ ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷനുകളുടെ ആക്ടിവേഷൻ എനർജികളാണെങ്കിൽ ആ റിയാക്ഷൻ എക്സോതെർമിക് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജിയിൽ നിന്ന് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആകണമെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകണം. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകണമെങ്കിൽ EF എന്ന് പറയുന്നത് EB യേക്കാൾ ലെസ് ആയിരിക്കണം. ഫോർവേഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡിന്റെ ആക്ടിവേഷൻ എനർജിയേക്കാൾ ലെസ് ആയിരിക്കണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, EF ലെസ് ദാൻ EB. ഇനി ഇതേ ചോദ്യം എൻഡോതെർമിക് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും സർ അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ബി ആയേനെ ഞങ്ങളുടെ ഉത്തരം. റെഡിയാണോ മക്കളെ? സെറ്റാണോ? അത് ബുദ്ധിമുട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ അടുത്ത ചോദ്യം ഞാൻ കാണിക്കാം. സി, കൊളീഷൻ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യമായിരുന്നു. വാട്ട് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ. ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡ് സമയം കൊണ്ട് ആ യൂണിറ്റ് വോളിയത്തിനുള്ളിൽ എത്ര തവണ കൊളീഷനുകൾ നടക്കുന്നു എന്നതിനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, വാട്ട് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി? ഇറ്റ്സ് എ നമ്പർ ഓഫ് കൊളീഷൻസ്. എവിടെ നടക്കുന്നതാ? 1 സെക്കൻഡിൽ നടക്കുന്നത്. എവിടെ നടക്കുന്നതാ? യൂണിറ്റ് വോളിയത്തിൽ നടക്കുന്നത്. ഓപ്ഷൻ എ അല്ലാതെ മറ്റൊരു ഉത്തരത്തിലേക്ക് നിങ്ങൾ പോകില്ല. പക്ഷേ അവിടെ വേറെ ഒരു അപകടമുണ്ട് മക്കളെ. എന്താണ് ആ അപകടം? കൊളീഷൻ ഫ്രീക്വൻസിയെ Z കൊണ്ട് സൂചിപ്പിക്കും. അത് ശരിയാണോ? കൊളീഷൻ ഫ്രീക്വൻസിയെ Z കൊണ്ട് സൂചിപ്പിക്കും എന്ന് പറയുന്നത് ശരിയാണോ? ആണ്. അതും ശരിയാ. അപ്പൊ ശരിയുത്തരം ഏതാ? ശരിക്കും ശരിയുത്തരം ഏതാ? എയും ബിയും ശരിയാണ് സാർ. ഓപ്ഷൻ സി ആണ് സാർ ശരി. എയും ബിയും ശരിയാണ് സാർ. ഇത് അതിന്റെ ഡെഫിനീഷൻ ആണ്, ഇത് അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. രണ്ടും ശരിയാണ് മക്കളെ, രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങളെ പറ്റിക്കുന്ന ടൈപ്പ് ചോദ്യം മാത്രമാണ് ആണത്. എപ്പോഴും കെയർഫുൾ ആയിരിക്കുന്ന ഒരു ചോദ്യമായ ചാൻസ് അറിയും കേട്ടോ. ഓക്കെ, അടുത്തത് അസേഷൻ റീസൺ ആണ്. ഓൾ കൊളീഷൻസ് ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ലീഡ് ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ. റിയാക്ടന്റുകൾ നടത്തുന്ന എല്ലാ കൊളീഷനുകളും പ്രൊഡക്റ്റുകളിൽ അവസാനിക്കും. തെറ്റ്. അത് സംഭവിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. എഫക്റ്റീവ് കൊളീഷനുകൾ മാത്രമേ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. ഇനി ഓൺലി ദോസ് കൊളീഷൻസ് ഇൻ വിച്ച് ദ മോളിക്യൂൾ ഹാവ് കറക്റ്റ് ഓറിയന്റേഷൻ, പ്രോപ്പർ ഓറിയന്റേഷനിലുള്ള മോളിക്യൂളുകളുടെ കൊളീഷൻ വിത്ത് സഫീഷ്യന്റ് കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡക്റ്റ് ഫോർമേഷനിൽ ലീഡ് ചെയ്യുള്ളൂ. അത് ശരിയാ. അപ്പൊ അസേഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. സോ മക്കളെ, അസേഷൻ ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദിയ, ജെല്ലിബീൻ, ബോത്ത് ഓഫ് യു ആർ കറക്റ്റ്. രണ്ടുപേരും എന്നെ മാനം കാത്തവരാണ്. വെരി ഗുഡ്. യെസ്, ആദിത്യ, സിയ, എല്ലാവരുടെ ആൻസർ ശരിയാണ്. ഓക്കേടാ മക്കളെ, ക്ലിയർ ആണല്ലോ അല്ലെ? മുന്നോട്ട് പോകാല്ലേ നമുക്കല്ലേ? ആ പറഞ്ഞ കാര്യം ക്ലിയർ അല്ല എല്ലാവർക്കും? ഷീന, യു ആർ ആൾസോ കറക്റ്റ് മൈ ഡിയർ. ഓക്കെ, ഫോർ എ ജനറൽ റിയാക്ഷൻ X gives Y, the plot of concentration of the reactant versus time. മക്കളെ, ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ ഏത് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ആണ്? 0 ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇതല്ല 0 ഓർഡറിന്റെ ആണ്. 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്താ? 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആകുന്നു. പഠിച്ചതാണ് നിങ്ങൾ മക്കളെ. ദഫോ 0 ആണ്, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റ് മക്കളെ. ഓക്കെ ആണോ? അത് അടുത്ത ചോദ്യം ഞാൻ എടുത്താൽ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? സീതാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. മറ്റൊരു ചോദ്യത്തിലേക്ക് നിങ്ങൾ ഞാൻ കൊണ്ടുപോകുകയാണ്. മറ്റൊരു ചോദ്യം. ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ ഡിക്രീസസ് ഫ്രം, എവിടെ നിന്നാ? 800 ഉണ്ടായിരുന്നത് 50ലേക്ക് കുറഞ്ഞു. എത്ര സമയം കൊണ്ടാ? 2 × 10⁴ സെക്കൻഡ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എത്രയാണെന്നാണ് ചോദ്യം. കെ ആണ് കാണേണ്ടത്. എങ്ങനെ നമ്മൾ കെ കാണുക? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് 2.303/T log R0/R. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ലോഗ് R0 800/R50. വേഗം ചെയ്തേ. എനിക്കാണോ നിങ്ങൾക്കാണോ ഇതിന്റെ ഉത്തരം ആദ്യം കിട്ടാന്ന് നോക്കട്ടെ. 2.303/2 × 10⁴ log of
800/50 എന്ന് പറഞ്ഞാൽ 16. സോ ലോഗ് 16 മക്കളെ ദിസ് ഈസ് ഈക്വൽ ടു 2.303/2 into 10⁴ into ലോഗ് 16 എന്ന് പറയുന്നതിനെ ലോഗ് 2⁴ എന്ന് എടുത്തൂടെ എനിക്ക് 2⁴ എന്ന് എടുക്കാം മക്കളെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 into 2 into 10⁴ into ലോഗ് 2⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 log 2 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ആയാൽ ഇവിടെ 2 ബാക്കി വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303/10⁴ into 2 into log 2ന്റെ വാല്യൂ 0.3010 ആണെന്ന് എല്ലാവർക്കും അറിയാം. Am I right my dears? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണ് സാർ പറഞ്ഞത് ശരിയാണ്. ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് ആൻസർ വരിക മക്കളെ? എത്ര ആൻസർ വരിക? നല്ലോണം ആലോചിച്ച് നോക്കി. ആൻസർ വരുന്നത് എത്രയാ? 0.000138 into 10⁻⁴. അയ്യോ അല്ലല്ലോ മക്കളെ, അല്ല അത്രയല്ലല്ലോ ആൻസർ വരിക. അല്ല, അത്രയും പോകില്ല ആൻസറിലേക്ക്, ആൻസർ വരിക 0. ശ്രദ്ധിക്കണേ, വേണ്ട, അത്രയും പോകില്ല. 1 വരുള്ളൂ. 10⁻⁴ വരില്ലേ? 1.38 into 10⁻⁴ എന്നാ വരിക. 1.38 into 10⁻⁴. ശരിയാ. ഓപ്ഷൻ സി is the right answer. ഓപ്ഷൻ സി. ഓക്കെ ആണോ മക്കളെ? അടുത്ത ചോദ്യം എടുക്കുകയാണെ. വാട്ട് വിൽ ബി ദ ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫോർ വിച്ച് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് is 200 സെക്കൻഡ് ഇൻവേഴ്സ്. റേറ്റ് കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് ആണ് ചോദ്യം, ഡയറക്റ്റ് ചോദ്യമാണ്. 0.693/k ചെയ്താൽ മതി എന്റെ മക്കൾ. 0.693/k എത്രയാ? 200. 0.693 200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ 693 into 10⁻³ എന്ന് എടുക്കാം. 693 200 3 തവണയാണ്. അപ്പൊ 3.5 അടുത്ത് വരും into 10⁻³. Am I right my dears? 3.5 അടുത്ത് 3.5 into 10⁻³ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മൈ ഡിയേഴ്സ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എങ്കിൽ നമ്മൾ ഇതാ ഇന്ന് കെമിസ്ട്രിയുടെ അവസാന ചോദ്യത്തിലേക്ക് കയറുകയാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് K is expressed as K is equal to A into e⁻⁻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, എ പ്ലോട്ട് ഓഫ് 1/t വേഴ്സസ് log K തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ln K is equal to -EA/RT plus ln A കൊണ്ടോ, അല്ലെങ്കിൽ log K is equal to -EA/ എന്ത് ചേഞ്ച് ആണ് നിങ്ങൾ വരുത്തുക? 2.303 RT plus log A എന്ന് എഴുതാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മക്കളെ, 1/t വേഴ്സസ് log K യുടെ ഗ്രാഫിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് മാത്രമല്ല, ആ വാല്യൂ എത്രയാണെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്കറിയാം. -EA/2.303 RT ആണ് അല്ലെ? ഇനി ഇതേ ചോദ്യം ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യും? 1/t വേഴ്സസ് ln K എന്ന് കൊടുക്കും, നാച്ചുറൽ ലോഗരിതം K. അപ്പൊ എന്ത് വെച്ച് ചെയ്താൽ മതി? ഈ 2.303 എടുത്ത് കളഞ്ഞാൽ മതി. -EA/RT. അയ്യോ, ടി വേണ്ട മക്കളെ, ടി വേണ്ട. എവിടുന്നാണ് ഈ ടി കയറി വന്നേ? ടി വേണ്ട, 6 മാത്രം മതി. കാരണം അതിലെ ടി എടുത്താണല്ലോ നമ്മൾ 1/t എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തത് മക്കളെ. ആണ്. എവിടെയാണ് നിങ്ങളുടെ ഉത്തരം? മക്കളെ ആലോചിച്ച് നോക്കൂ. വേർ ഈസ് യുവർ ആൻസർ? -EA/2.303 R എന്നൊരു ആൻസർ കാണുന്നുണ്ടോ? ഉണ്ട്. എവിടെയാ? ഓപ്ഷൻ ബി അല്ലാതെ വേറൊരു ആൻസറിലേക്ക് നിങ്ങൾ പോകില്ല. അങ്ങനെ അതിഗംഭീരമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠത്തിന്റെ എല്ലാ പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതിലപ്പുറം ചോദ്യങ്ങൾ നിങ്ങളോട് ഒരു പരീക്ഷയിലും, ഇതല്ലാത്ത ഒരു ചോദ്യം പോലും, ഈ 4 പാർട്ടിലായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു ചോദ്യം പോലും നിങ്ങളോട് ക്വെറ്റ് എക്സാമിന് ചോദിക്കില്ല. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ പോട്ടെ. സുധി മാം ഇങ്ങനെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നുണ്ട്, ഒന്ന് ഇറങ്ങുമെന്ന് ചോദിച്ചിട്ട്. ഓക്കെ മക്കളെ, ബൈ, ഗുഡ് നൈറ്റ്. Yes, ma'am. Thank you, sir. Thank you, sir. Hi, hello.
Hi CUET aspirants, good evening. ഹലോ, എല്ലാവരും സാറിനോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. യെസ്, അപ്പൊ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ അടിപൊളിയായിട്ട് ചെയ്തു അല്ലെ? എല്ലാരും ചെയ്തു. നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ബോട്ടണിയുടെ ഭാഗമാണ് കേട്ടോ. നമ്മൾ ബോട്ടണിയിൽ എന്താ ചെയ്തത്? നമ്മളെ ബയോടെക്നോളജി ചാപ്റ്റർ അല്ലേ? ഓക്കെ, നമ്മുടെ ടൈറ്റിൽ പേജ് വന്നിട്ടില്ല. ബയോടെക്നോളജി അല്ലേ നമ്മളെന്ന് ചെയ്തത്? Isn't it? ബയോടെക്നോളജി 1 അല്ലേ? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് അല്ലേ? അതിൻ്റെ പാർട്ട് 2 ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ക്ലാസ്. ഹായ്, ഹലോ ഹലോ ഹലോ, ഹായ് ആർദ്ര, ഹലോ റോഷ്നി, ഹായ് 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 ഹായ്, ഗുഡ് ഈവനിങ് സിയ, ജിൻഷ. അപ്പൊ ബയോളജി പഠിക്കുന്ന മക്കളൊക്കെ പെട്ടെന്ന് തന്നെ സെഷനിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പോവാണ് അടിപൊളിയായിട്ട്. പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ? അതായത് നമ്മൾ പഠിച്ചത് റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ആക്ഷനെ കുറിച്ച് പഠിച്ചു, പ്ലസ് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ, എന്താണ് ഓറിസൈറ്റ്, എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ് അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരെ കുറിച്ച് പഠിച്ചു. എന്താണ് ക്ലോണിംഗ് സൈറ്റ്സ് അല്ലെ? അത് റെക്കഗ്നിഷൻ സൈറ്റ്സ് എന്താണ്, പിന്നെ പല ടൈപ്പ് ഓഫ് നാച്ചുറലി ഒക്യൂറിംഗ് പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്, ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് വെക്ടർ ആയിട്ടുള്ള PBR 322, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയ മക്കൾ എത്ര പേരുണ്ടെന്ന് വേഗം പറഞ്ഞേ. ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ക്ലിയർ ആയവർ എത്ര പേരുണ്ട് ഒന്ന് പറഞ്ഞേ. ഹായ് അമ്മു, ഹലോ ജിൻഷ, ഹായ് ഫാത്തിമ സുഹറ. യെസ് എവറിബഡി. സോ ഐ ഹോപ്പ് എല്ലാരും റെഡിയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ക്ലാസ്സിൽ കോൺസെപ്റ്റ്സ് പഠിച്ചപ്പോൾ ക്ലിയർ ആയ മക്കൾ എല്ലാരും പറഞ്ഞേ. ആരും എന്താ ആൻസർ ചെയ്യാത്തെ? പെട്ടെന്ന് പറഞ്ഞേ എല്ലാരും. ഓക്കെ, so recognition sequence for hint 2 has a specific sequence of 6 base pairs, 8 base pairs, 5 base pairs, 4 base pairs. Similar question നമ്മൾ ചെയ്തിട്ടുണ്ട്. ജിൻഷ, ജെല്ലിബീൻ, ഫാത്തിമത്ത്, റോഷിനി എല്ലാവരും പറയുന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചത് എല്ലാം മനസ്സിലായി. വെരി ഗുഡ്. അപ്പൊ ക്വസ്റ്റ്യൻസും കൂടെ മക്കൾ കറക്റ്റ് ആക്കിയാൽ നമ്മൾ സെറ്റ് ആയി കേട്ടോ. നമ്മൾ സെറ്റ്. 5 ബേസ് പേഴ്സ് ആണോ? 6 ബേസ് പേഴ്സ് ആണല്ലേ? ഹിന്റ് 2 കട്ട് ചെയ്യുന്ന സീക്വൻസ് സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് ആണ്. 6 ബേസ് പേഴ്സ് ആണുള്ളത്. ഓപ്ഷൻ എ ആണ് വരിക. നെക്സ്റ്റ്, കൺവെൻഷൻ ഫോർ നെയിമിംഗ് റെസ്ട്രിക്ഷൻ എൻസൈം ഈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്നാൽ ഈ ക്വസ്റ്റൻ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ഒരു റിവിഷനും കൂടെ ആവുമല്ലോ. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം കംസ് ഫ്രം ജീനസ് ആൻഡ് സെക്കൻഡ് 2 ലെറ്റേഴ്സ് കം ഫ്രം ദ സ്പീഷീസ് ഓഫ് ദ പ്രോകാരിയോട്ടിക് സെൽ. ഫസ്റ്റ് ലെറ്റർ of the name comes from the species, തെറ്റാണ്. First letter of the name comes from the scientist, തെറ്റാണ്. First letter of the name comes from the genus and second 2 letters come from the scientist, തെറ്റാണ് അല്ലേ? അപ്പം ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Isn't it? First letter comes from the genus and second 2 letters come from the species of the prokaryotic cell. Isn't it? Next, the name of EcoR1 restriction enzyme come from എസ്റ്റെരീഷ്യ കോളൈ അല്ലെ? ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അതിന്റെ സ്ട്രെയിൻ ആണ് RY എന്ന് പറയുന്നത്. ആൻഡ് 1 അല്ലെ? EcoR1 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് അതിനെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് മക്കൾ പറഞ്ഞേ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് വരിക? എസ്റ്റെരീഷ്യ കോളൈ RY 13 ആണോ? EcoR1 അല്ലെ? Isn't it? Okay, next question. EcoR1 cuts the DNA between the bases G and A wherever present. G and A only when the sequence GAATTC is present. G and A only when the sequence GAATT is present in the DNA. അല്ലെ? അതായത് പാലിൻഡ്രോമിക് സീക്വൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ EcoR1 കട്ട് ചെയ്യാറുള്ളൂ. യെസ്, കറക്റ്റ്. എല്ലാരും കറക്റ്റ് പറയുന്നുണ്ട്. വെരി ഗുഡ്. എസ്റ്റെരീഷ്യ കോളൈ RY 13 അല്ലെ? വെരി ഗുഡ് ഇടാ. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തതാണ് അല്ലെ? Once the restriction enzyme finds its specific recognition sequence, it will bind to the DNA and cut each of the 2 strands of the double helix at specific points in the sugar phosphate backbone and breaks the ഏത് ബോണ്ടാ ഇവർ ബ്രേക്ക് ചെയ്യുന്നത്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോണിലുള്ളത് ഫോസ്ഫോ ഡൈസ്റ്റർ ബോണ്ട് ആണ് അല്ലെ? ഫോസ്ഫോ ഡൈസ്റ്റർ ബോണ്ട് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, the name hint 2 restriction site comes from. hint 2 restriction sites എവിടുന്നാ വരുന്നത്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണോ? എസ്റ്റെരീഷ്യ കോളൈ ആണോ? യെസ് മക്കള് പറഞ്ഞേ. ഈക്കോളൈ R13 ആണോ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ RD ആണോ? യെസ്,
The name hint to restriction sites. Hemophilus influenzae RD ആണല്ലേ, isn't it? Yes, Hemophilus influenzae എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്നാണ് നമ്മൾ ഇതിനെ isolate ചെയ്തത്. Correct? Okay, great. Restriction enzyme belongs to which class of enzymes? Ligases, hydrolases, nucleases. They belong to nucleases, isn't it? Select the correct answer. Exonucleases removes the nucleotides. Miss Gulmohar എന്തൊക്കെ ചോദിക്കണ്ടല്ലോ. BSc Life Sciences നല്ലതാണോ? നല്ല കോഴ്സാണ് BSc Life Sciences. Okay. Exonucleases removes the nucleotides from the ends of the DNA. Endonuclease makes cuts at specific positions within the DNA. Only one is correct. Only two is correct. Both are correct. None are correct. Exonucleases outside from the ends of the DNA. Endonuclease specific positions within the DNA. Both the statements are correct, isn't it? Yes. Next, the first endonuclease, restriction endonuclease was type 2. Dash was isolated from dash bacterium. Hint 2 was isolated from Hemophilus influenzae. Option 3 ആണ് വരുന്നത്. ആരും ആൻസർ ചെയ്യുന്നില്ലോ. ഇത് എന്താണിത്? മാം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മക്കൾ ആരും ഒന്നും ആൻസർ ചെയ്യുന്നില്ല. ഓക്കെ, what is this? How many restriction enzymes are isolated till now? 99,900-230. Almost 900 ആണല്ലേ. അറൌണ്ട് ഒരുപാട് ബാക്ടീരിയൽ സ്പീഷീസിൽ നിന്നും അറൌണ്ട് 900 റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ ഇതുവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. The restriction endonuclease called EcoR1. What does R stands for? Name of the strain അല്ലേ. Strain of the restriction enzyme ആണ് R represent ചെയ്യുന്നത്. Commonly used cloning vectors. ഇത് നമുക്ക് cloning vectorsനെ കുറിച്ചുള്ള നമ്മുടെ molecular vehiclesനെ കുറിച്ചുള്ള കുറച്ച് questions ചെയ്യാം. Commonly used cloning vectors are plasmids, bacteriophages, bacteria, both A and B. രണ്ടുപേരെയും യൂസ് ചെയ്യും അല്ലെ. plasmid vectorsനെ യൂസ് ചെയ്യും. bacteriophages ഹൈ കോപ്പി നമ്പർ ഉള്ളത് കൊണ്ട് അവരെയും യൂസ് ചെയ്യും. both A and B ആണ്. ഓപ്ഷൻ D ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്ലാസ്മിഡ്? ഇതിൽ ഏതാണ് ഒരു പ്ലാസ്മിഡ്? BAM-H1, SAL1, EcoR1 ഒക്കെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. PBr322 ഈസ് എ പ്ലാസ്മിഡ് അല്ലെ. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ്. കറക്റ്റ്? ഓക്കെ. Identify the character that is not desirable in a cloning vector. ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഡിസൈബിൾ അല്ലാത്ത ഒരു ക്യാരക്ടർ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എടുക്കേണ്ടത്. ആൻ ഇനാക്റ്റീവ് പ്രൊമോട്ടർ, ആൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇത് ശരിയാണ്. സെലക്ടബിൾ മാർക്കേഴ്സ് സച്ചസ് ജീൻസ് ഫോർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇതും ശരിയാണ്. വൺ ഓർ മോർ യുണീക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസൈറ്റ്സ്. വൺ ഓർ മോർ യുണീക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 1 to few ആണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിൽ ഡിസൈറബിൾ ആയിട്ടുള്ളത്. കാരണം കുറെ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അൺനെസസറി കൺഫ്യൂഷൻസ് ആൻഡ് പ്രോബ്ലംസ് ഈ ക്ലോണിംഗിൽ ഉണ്ടാക്കും. ബട്ട് ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കംഫർട്ടബിൾ, most appropriate answer will be an inactive promoter, isn't it? Next question. The features that are required to facilitate cloning into a vector. ക്ലോണിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, നമുക്കറിയാം. സെലക്ടബിൾ മാർക്കർ വേണം അല്ലെ. സ്യൂട്ടബിൾ വെക്ടേഴ്സ് വേണം, ക്ലോണിംഗ് സൈറ്റ്സ് വേണം. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്സ് വേണം, സ്യൂട്ടബിൾ പ്ലാസ്മിഡ് വെക്ടേഴ്സ് വേണം. isn't it? യെസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരിക. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാരും പറഞ്ഞേ. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് അല്ല, ഫ്യൂച്ചർ CUET aspirants. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. മുത്തുമണീഷ്, എല്ലാരും ഒന്ന് പറഞ്ഞേ. Okay. Transformation is a procedure through which a piece of DNA is introduced in a host bacterium. അതായത് നമുക്ക് റീകോംബിനൻസിനെ കിട്ടി കഴിയുമ്പോൾ അല്ലെ. യെസ്, നമ്മുടെ റീകോംബിനന്റ് DNA ഫ്രാഗ്മെന്റിനെ നമുക്ക് കിട്ടി അല്ലെ. ഇത് നമ്മുടെ പ്ലാസ്മിഡ് വെക്ടർ ആണ്. ഇതിൽ നമ്മൾ ഇൻസേർട്ട് ഒക്കെ ചെയ്തു അല്ലെ. നമ്മുടെ ഫ്രാഗ്മെന്റിനെ നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ടു. ഇപ്പൊ നമുക്ക് റീകോംബിനന്റ് പ്ലാസ്മിഡ് ആണ്. ഇനി നമ്മുടെ റീകോംബിനന്റ് പ്ലാസ്മിഡിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് കയറ്റി വിടണം. നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ഒരു ബാക്ടീരിയൽ സെല്ലാണ് അല്ലെ. അപ്പൊ ആ ഹോസ്റ്റ് സെല്ലിലേക്ക് കയറ്റി വിടുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. isn't it? അപ്പം ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. പ്രൊസീജിയർ ടു വിച്ച് പീസ് ഓഫ് DNA is introduced into a host bacterium is option A, transformation. Correct. Next, normally the genes encoding dash are considered useful selectable markers for E. coli. E. coliയിലെ യൂസ്ഫുൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ് അല്ലെ. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ജീൻസ് ആണ്
സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കൊളയിൽ ഏതൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉള്ളത് നമുക്ക് പറയാമോ? The normal E. coli cells carry resistance against. Normal E. coli cells ആരുടെ അഗെയിൻസ്റ്റ് ആണ് റെസിസ്റ്റൻസ് ഉള്ളത്? ആംപിസിലിൻ. ഇപ്പൊ മാം ചോദിച്ചതേ ഉള്ളൂ. ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോർമൽ ഈക്വലൈ സെല്ലിന്റെ കാര്യമാണ് കേട്ടോ. ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡിന്റെ കാര്യം ഒന്നും അല്ല ചോദിച്ചിരുന്നത്. ഈക്വലൈ സെൽ, സാധാരണ ഒരു ഈക്വലൈ സെൽ, നാച്ചുറലി ഒക്യൂറിംഗ് ഒരു ബാക്ടീരിയൽ സെല്ലിന് ഏതെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? യെസ്, ആംപിസിലിൻ, കൊളോമോൺ, നാച്ചുറലി ഒക്യൂറിംഗ് റെസിസ്റ്റൻസ് ഇവർക്ക് ഇല്ല. അപ്പൊ നൺ ഓഫ് ദീസ് ആണ്. കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ബാക്ടീരിയക്ക് എന്താ പറയാ, ആന്റിബയോട്ടിക്സിനെ നാച്ചുറലി ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ മാറുമോ? നമ്മൾ മരുന്ന് കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് അല്ലേ നമ്മൾ കഴിക്കുക ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം. അപ്പം ബാക്ടീരിയ ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ നാച്ചുറലി അവർക്ക് ഇല്ല, പക്ഷെ നമുക്ക് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. The part of TI plasmid. TI plasmid നമുക്കറിയാം naturally occurring plasmid ആണ്, tumor inducing plasmid, agrobacterium tumefaciens അല്ലേ? Transferred into plant cell DNA called in agrobacterium TI plasmid individual genetic transformation ആണ് നടക്കുന്നത് അല്ലേ? അത് നമുക്കറിയാം. So TI DNA, plasmid DNA, tDNA, recombinant. tDNA ആണ് അല്ലേ? tDNAയുടെ ട്രാൻസ്ഫർ ആണ്. അതാണ് ശരിക്കും ട്യൂമർ കോസ് ചെയ്യുന്നത്. Isn't it? ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ്, which one of the following is commonly used in the transfer of foreign DNA into crop plants? Okay, penicillium, expansum, trichoderma, മെലിഡോഗൈൻ, ഇൻകോൺഗീഷ്യ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പേരുകളാണ്, പക്ഷേ ഇതല്ല നമ്മുടെ കറക്റ്റ് ആൻസർ. ഈസ് ഓപ്ഷൻ ഡി, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ബിക്കോസ് അതിന്റെ ആ ഒരു ട്യൂമർ കോസിങ് എഫക്റ്റിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ TI പ്ലാസ്മിഡിനെ എടുത്ത് നമ്മൾ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ക്രോപ്പ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Isn't it? Next, which of the following is called natural genetic engineer? Agrobacterium tumefaciens ആണ് അല്ലേ? യെസ്, നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയഗ്രം ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ ഈ ഡയഗ്രത്തിനെ ഇപ്പൊ നോക്കരുത്, ബിക്കോസ് ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാകും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ എല്ലാരും. എല്ലാരും വായിച്ചേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ക്ലോണിംഗ് വെക്ടർ ഹാസ് 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഫോർ ടെട്രാസൈക്ലിൻ ആൻഡ് ആംപിസിലിൻ. ഓക്കെ, നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ നമ്മുടെ മനസ്സിൽ ഇവിടെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ? വെരി സിമ്പിൾ ആയിട്ട് ഇമാജിൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അവിടെ വരച്ചു വെക്കാം. ഓക്കെ, ഒരു ക്ലോണിംഗ് വെക്ടർ ഉണ്ട്, 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ട്, ടെട്രാസൈക്ലിനും ഉണ്ട്, ആംപിസിലിനും ഉണ്ട് അല്ലെ? അപ്പൊ ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇവർക്കുണ്ട്. ഫോറിൻ DNA വാസ് ഇൻസർട്ടഡ് ഇൻ ദ ടെട്രാസൈക്ലിൻ ജീൻ. ഫോറിൻ DNA എവിടെ കൊണ്ടിട്ടു? ടെട്രാസൈക്ലിൻ ജീനിൽ കൊണ്ടിട്ടു. അപ്പൊ ടെട്രാസൈക്ലിൻ ജീന് ഇനാക്ടിവേറ്റഡ് ആയി. ഇത് നമ്മുടെ റീകോമിനന്റ് പ്ലാസ്മിഡ് ആണ്. സോ നോൺ റീകോമിനന്റ് ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ നോക്കിക്കുക. ക്വസ്റ്റ്യൻ വായിക്കാൻ വരുന്നുണ്ടോ മക്കൾക്ക്? നോൺ റീകോമിനൻസ് വുഡ് സർവൈവ് ഓൺ ദ മീഡിയം കണ്ടെയ്നിങ്. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ റീകോമിനൻസിന് എന്ത് പറ്റും? ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ ഇവർക്ക് ടെട്രാസൈക്ലിന്റെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ ഇവർക്ക് എന്താണെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റീകോമ്പിനൻസിന് ആംപിസിലിനുള്ള മീഡിയത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. കറക്റ്റ്, യെസ്, കാരണം അവർക്ക് ആംപിസിലിനെ ഫൈറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. പക്ഷേ സാധാരണ സെൽസിനോ നോൺ റീകോമ്പിനൻസിന് എന്ത് പറ്റും? ഇവർക്ക് രണ്ടിലും വുഡ് സർവൈവ് ഓൺ ദ മീഡിയം കണ്ടെയ്നിങ് ബോത്ത് ടെട്രാസൈക്ലിൻ ആൻഡ് ആംപിസിലിൻ, റൈറ്റ്? കാരണം നോൺ റീകോമ്പിനൻസിൽ എന്താണ്? ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് ഈ ടെട്രാസൈക്ലിൻ ജീനെ ആരും ഇനാക്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. മനസ്സിലായോ? യെസ്, സോ ബോത്ത് നോൺ റീകോമ്പിനൻസ് വുഡ് സർവൈവ് ഓൺ ദ മീഡിയം കണ്ടെയ്നിങ് ബോത്ത് ടെട്രാസൈക്ലിൻ ആൻഡ് ആംപിസിലിൻ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ 3 ആണ്. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോൺ റീകോമ്പിനൻസിനെ കുറിച്ചാണ് അല്ലേ? യെസ്, നെക്സ്റ്റ്. In the screening process during rDNA experiments, clones that metabolites beta-galactosidase, insertion in activation നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ബീറ്റാ-ഗാലക്ടോസിഡേസ് ജീൻ ഉണ്ട്, മാർക്കറായിട്ട് സെലക്ടബിൾ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നു. അതിലേക്കാണ് നമ്മുടെ ഫോറിൻ DNA കൊണ്ടിടുന്നതെങ്കിൽ ആ റീകോമിനൻസിന് എന്ത് പറ്റും? യെസ്, അവർക്ക് ബീറ്റാ-ഗാലക്ടോസിഡേസ് എൻസൈമിനെ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ ബ്ലൂ കളേർഡ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. റീകോമിനൻസ് കളർലെസ് കോളനീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റ്, യെസ്. ക്ലോൺസ് ദാറ്റ് മെറ്റബലൈസ് ബീറ്റാ ഗാലക്ടോസ്, പക്ഷെ ആ ജീൻ എക്സ്പ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിലോ അവർ എന്ത് കളർ കോളനീസാ ഫോം ചെയ്യുക? ടേൺ ബ്ലൂ. ഇസ്ന്റ് ഇറ്റ്? മെറ്റബലൈസ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ എക്സ്പ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ബ്ലൂ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
Yes. Which of the following restriction site is located within the gene for tetracycline resistance in PBR 322? PBR 322 ഡയഗ്രാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻസിൽ ഏത് റെസ്ട്രിക്ഷൻ സൈറ്റാ ഉള്ളത്? ബാം H1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ്. നമ്മൾ PBR 322ന്റെ ഡയഗ്രാം തന്നെ പഠിക്കണം. 8 റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട് അല്ലെ? PBR 322 എത്രയുണ്ട്? 8 ആണോ 7 ആണോ? എത്ര റെസ്ട്രിക്ഷൻ സൈറ്റാ ഉള്ളത്? എത്ര റെക്കഗ്നിഷൻ സൈറ്റാ ഉള്ളത് PBR 322ന്? 8 ആണോ 7 ആണോ? The host cell normally does not take up foreign DNA until it has been competent to do so. This is because, അതായത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺസെപ്റ്റ് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവർ ചോദിക്കുന്നത് ഇത് ഹോസ്റ്റലാണ് അല്ലെ? ഹോസ്റ്റലിൽ അത് ഇവരുടേതായ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡിൽ നമ്മുടെ ഫോറിൻ DNA ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, DNA ഉണ്ട്. ബേസിക്കലി ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ജസ്റ്റ് DNA, റൈറ്റ്? ആൻഡ് DNA ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. പക്ഷെ നോർമൽ കേസസിൽ അത് നടക്കില്ല അല്ലെ? വെറുതെ അങ്ങ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. വൈ? ബിക്കോസ് ദ DNA ദാറ്റ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഈസ് ഹൈഡ്രോഫിലിക് മോളിക്യൂൾ. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ടർ ലവിങ് മോളിക്യൂൾ. ആൻഡ് ഈ സെല്ലിനൊക്കെ നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ? സെലക്ടീവ്ലി പെർമിയബിൾ പ്ലാസ്മ മെംബ്രെയിൻ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ദാ ഇങ്ങനെ ഫോസ്ഫേറ്റും ലിപ്പിഡും ഇരിക്കുകയാണ് അല്ലെ? അതായത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ദാ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ലിപ്പിഡ് സോല്യൂബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ കൂടി കയറി പോകാൻ വേണ്ടി പറ്റും. ഓൺലി ലിപ്പിഡ് സോല്യൂബിൾ. വാട്ടർ സോല്യൂബിൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഈ മെംബ്രെയിനിൽ കൂടി കയറി പോകാൻ വേണ്ടി പറ്റില്ല. അതിന് നമുക്ക് സ്പെസിഫിക് മെത്തേഡ്സ് വേണം അല്ലെ? കാരണം ഈ മെംബ്രെയിനെ ഒന്ന് ഇതാക്കി ലൂസൺ ആക്കി ഓപ്പൺ ആക്കി ഒക്കെ നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് കടത്തി വിടണമെങ്കിൽ അതിനൊരു പ്രത്യേക മെത്തേഡ് വേണം. ബിക്കോസ് DNA ഇസ് ഹൈഡ്രോഫിലിക് മോളിക്യൂൾ. അതിന് ഈ മെംബ്രെയിനിൽ കൂടി, സെൽ മെംബ്രെയിനിൽ കൂടി അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി, ബാക്ടീരിയൽ സെല്ലിന്റെ ഹോസ്റ്റ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി കയറി പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ഉള്ളത് അല്ലെ? സോ DNA is a hydrophilic molecule. I hope this is clear. Insertional inactivation is related. ബാക്കി ഓപ്ഷൻസ് സംശയമൊന്നുമില്ലല്ലോ. DNA is very large, there are no receptors, DNA is an inert molecule, അതൊന്നും അല്ല. ഓക്കെ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഇസ് റിലേറ്റഡ് ടു എന്താണ്? നമുക്കറിയാം, നമ്മൾ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ടബിൾ മാർക്കേഴ്സ് ആയി യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യാത്തപ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യും? ബീറ്റ ഗാലക്ടോസിഡേസ് ജീനിനെ യൂസ് ചെയ്യും അല്ലെ? ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിന് വേണ്ടി കോഡ് ചെയ്യുന്ന ജീനിനെ യൂസ് ചെയ്യും. അപ്പൊ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഇസ് റിലേറ്റഡ് ടു ബീറ്റ ഗാലക്ടോസിഡേസ്. Isn't it? Yes. Next, in insertional inactivation the recombinant DNA. മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? യെസ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? In insertional inactivation, the recombinant DNA is inserted within the coding sequence of. Recombinant DNA ഏത് കോഡിംഗ് സീക്വൻസിലാണ് കൊണ്ടിടുന്നത്? ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, കാനമൈസിൻ റെസിസ്റ്റന്റ് ജീൻ, ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ. ബീറ്റ ഗാലക്ടോസിഡേസിലാണ് അല്ലെ? ഓപ്ഷൻ 4 ആണ് വരുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. Recombinant colonies in insertional inactivation are differentiated on the basis of. എന്താണ് റീകോമിനന്റ് കോളനീസ്? എന്താണ് നമുക്കറിയാം. റീകോമിനന്റ് കോളനീസിൽ ബീറ്റ ഗാലക്ടോസിഡേസിനെ എവിടെ കൊണ്ടിട്ടു? ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഇരുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഫോറിൻ DNA ഫ്രാഗ്മെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കറക്റ്റ്. അപ്പൊ അവരെന്ത് ചെയ്യും? കളർലെസ് കോളനീസ് ആണ് ഫോം ചെയ്യുക. അവര് ആ ബ്ലൂ കളർ ഫോം ചെയ്യില്ല. സോ പ്രൊഡക്ഷൻ ഓഫ് നോ കളേർഡ് ട്രാൻസ്പെറന്റ് കോളനീസ് ആണ് അല്ലെ? The alternative method that is used to differentiate recombinants and non-recombinants is insertional inactivation using the ability to produce color ആണ്. By using color ആണ് അല്ലെ? ഓപ്ഷൻ 2 ആണ് വരിക നമ്മുടെ കറക്റ്റ് ആൻസർ. The recognition site for BAM3 in PBR 322 is present in. മക്കള് പറഞ്ഞേ, recognition site for BAM3 in PBR 322 is present in ROP site, tetracycline resistant site, ORI site, ampicillin. എവിടെ ഇരിക്കുന്നേ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് സൈറ്റിലാണ് ഇരിക്കുക അല്ലെ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. PBR 322ന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് യൂസ്ഫുൾ പ്ലാസ്മിഡ് ഫോർ ക്ലോണിംഗ് ഈസ്. പറഞ്ഞ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്ത എത്ര മക്കളുണ്ടോ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്ത എത്ര മക്കളുണ്ട്? പറയൂ, പറയടോ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്ത എത്ര മക്കളുണ്ട്? എത്ര പേര് കറക്റ്റ് ചെയ്തു? PBR 323, PBR 322, PBR 322, PBR 223. PBR 322, right? Option 3. PBR 322, isn't it? Very good. Which of the following restriction endonuclease are present in PBR 322? ECO R1, PUV3, BAM H2. എല്ലാരും ഉണ്ട് അല്ലെ? PUV2
അല്ലെ? കുറെ പേരുണ്ട്, കുറെ റെക്കഗ്നീഷൻ സൈറ്റ്സ് ഇവർക്കുണ്ട്. സിയ പറയുന്നു, സിയ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ബാം, H1, ഈക്കോ, R1, SAL1 ആർ ടൈപ്സ് ഓഫ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. അപ്പോ ഇനി നമ്മുടെ ആദിൽ സാർ ആണ് വരുന്നത് മക്കളെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മള് ഒരുവിധം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. നെയിം ദ പ്രൊസീജിയർ ത്രൂ വിച്ച് പീസ് ഓഫ് DNA is introduced in a host bacterium. Transaction, transformation, replication, transfection. എന്താ പറയാ? കറക്റ്റ് ആൻസർ പറഞ്ഞേ മക്കള്, പറഞ്ഞേ. ഈസി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേ? കറക്റ്റ് ആൻസർ പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ 2 ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെ? ഓപ്ഷൻ 2 ട്രാൻസ്ഫോർമേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ വെരി ഗുഡ്, എല്ലാരും ആൻസർ ചെയ്യുന്നത്. ട്രാൻസ്ട്രക്ഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് 2. സോ താങ്ക് യു സോ മച്ച്. ആദിൽ സാർ വന്ന് നമ്മൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. നമുക്കിനി പാർട്ട് 3 കാണാം. അതുവരെ നല്ല പോലെ റിവൈസ് ചെയ്യുക, നല്ല പോലെ പഠിക്കുക. താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ആൻഡ് ബൈ. Thank you. Over to AD sir. Yes. Hi. Yes. Hi all, hi. മകളെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? യെസ്. മകളെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഹായ് ഓൾ, ഹായ്. യെസ്. സോ നമ്മളിന്ന് ലാസ്റ്റ് പാർട്ടായി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവസാനമായി പറഞ്ഞു നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റൻസ് എന്നുള്ളൊരു ഏരിയ ആയിരുന്നു. സോ കപ്പാസിറ്റൻസ് എന്നുള്ള ഏരിയയിൽ നമുക്ക് കപ്പാസിറ്റൻസ് എന്നുള്ള ഏരിയയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള മോഡൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ യു ഗൈസ് ആർ റെഡി അല്ലേ? സോ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. ഹായ് ഓൾ, ഹായ് സിയ. സോ ഹായ് ഓൾ. സോ നമുക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ചോദ്യം നോക്കൂ നിങ്ങൾ. To obtain 3 microfarad capacity from 3 capacitors of 2 microfarad, they will arranged. അതായത് നമുക്ക് 3 microfarad കിട്ടണം. 3 microfarad കിട്ടാൻ വേണ്ടി 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 3 കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസ് 2 ആണ്. സോ കപ്പാസിറ്റൻസ് 2 ഉള്ള 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അത് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടുമോ എന്നാണ് ചോദ്യം. സോ 3ഉം സീരീസിൽ കണക്ട് ചെയ്താൽ, ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C/N ആണ്. സോ 3 ഉള്ളതുകൊണ്ട് 2/3 എന്നാ കിട്ടുക. സോ സീരീസ് പറ്റില്ല. ദെൻ പാരലൽ ആവുന്ന സമയത്തോ 2 + 2 that will give 6 വരും. സോ പാരലും പറ്റില്ല. ദെൻ 2 capacitors in series and the third in parallel with the combination of first 2. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് കടന്നു നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. ഈ 2 കപ്പാസിറ്റർ സീരീസ് ആയ കപ്പാസിറ്റൻസിനോട് മൂന്നാമത്തെ ആൾ എങ്ങനെ നിൽക്കുന്നത്? പാരലായിട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ ആൾ എങ്ങനെ നിൽക്കുന്നത്? പാരലായിട്ട് നിൽക്കുന്നു. സോ മൂന്നാമത്തെ ആൾ പാരലായി നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇത് 2 ആണ്, ഇത് 3 ആണ്. സോ 2ഉം 2ഉം സീരീസ് ആണെങ്കിൽ, 2ഉം സീരീസ് ആണെങ്കിൽ, സോറി ഇതൊക്കെ 3 അല്ലടാ, ഒക്കെ 2 അല്ലേ? സോ 2ഉം സീരീസ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് എത്രയാണ് വരിക? എഫക്റ്റീവ് 1 അല്ലേ വരിക? 2/2 1 വരും. ദെൻ ഇവിടെ 2 എന്തുണ്ട്? പാരലൽ ഉണ്ട്. 1ഉം 2ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എത്ര വരും? 3 എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ് വരിക. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. Then we are moving to the second question. The total capacitance of the system of capacitors in the figure between A and B. സോ ഇവിടെ നോക്ക്, എയും ബിയും തമ്മിൽ അക്രോസ് ഉണ്ടാവുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യുക, ഇതിലൂടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സോ ഈ 2ഉം എന്താണ്? 2ഉം സീരീസ്. 2 ഐഡന്റിക്കൽ ആണെങ്കിൽ നമ്മൾ 2/2 എന്ന് പറയും. 2/2 ആകുമ്പോൾ ഇതിന്റെ എഫക്റ്റീവ് എന്ത് വരും? 1 വരും. ഈ 1ഉം എന്താ? പാരലൽ. 1ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എന്ത് വരും? 2 വരും. സോ ഈ 2ഉം എന്താ? സീരീസ്. അപ്പൊ എത്ര വരും? 1 വരും. ഈ 1ഉം എന്താണ്? പാരലൽ. അപ്പൊ എഫക്റ്റീവ് എത്ര വരും? 2 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 2. ഇറ്റ്സ് എ ബേസിക് ലോജിക് ചോദ്യമാണ്. സോ ഫസ്റ്റ് വേണമെങ്കിൽ നമുക്കത് വരച്ചൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട്, ഇത് 1 ആണ്. അതേപോലെ തന്നെ ഒരാൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇത് 1 ആണ്, സോറി ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 1 ആണ്.
സോ ഈ 2ഉം 2ഉം സീരീസ് ആയതുകൊണ്ട് 2ഉം 2ഉം സീരീസ് ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് എത്ര വരിക? 2ഉം 2ഉം സീരീസ് ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് എത്ര വരും? അതിന്റെ എഫക്റ്റീവ് 1 വരും. 2ഉം 2 സീരീസ് ആയതിന്റെ എഫക്റ്റീവ് 1 വരും. സോ 1ഉം 1ഉം പാരലൽ അല്ലേ? 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എന്ത് വരും? 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എന്ത് വരും? 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് എത്ര വരിക? 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എന്ത് വരും? 2 വരും. സോ ഈ 2ഉം 2ഉം അഗൈൻ സീരീസ് ആയില്ലേ? 2ഉം 2ഉം സീരീസ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് എന്ത് വരും? അതിന്റെ എഫക്റ്റീവ് അഗൈൻ എന്ത് വരടാ? 2ഉം 2ഉം സീരീസ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് എന്ത് വരും? 1 വരും. സോ ഈ 1ഉം 1ഉം അഗൈൻ എന്തായി? പാരലായി. 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എത്ര വരിക? 2 വരും. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? കിട്ടിയോ? യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? വേറെ റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ അല്ലേ? വേഗം പറ മക്കളെ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റ് ഇതാണ്. ഈ 3 കപ്പാസിറ്റേഴ്സ് എന്ത് കണക്ഷൻ ആണ്? സോ ഇത് നമ്മൾ പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് പഠിച്ചായിരുന്നു. ഇവിടെ 1 കൊടുത്താൽ ഈ വയറിന്റെ ഈ എൻഡിലും 1 കൊടുക്കണം. ഒരു കപ്പാസിറ്റർ കഴിഞ്ഞു വരുന്ന പോയിന്റ് 2 കൊടുത്താൽ അതിന്റെ എൻഡിൽ ഇവിടെ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. സോ ഇവിടെ 1ഉം 2ഉം ഈ 1ഉം 2ഉം ഇതും 1ഉം 2ഉം ഇടയിലാണെങ്കിൽ ഇത് 3ഉം എന്ത് കണക്ഷനാ? ഇത് 3ഉം പാരലൽ കണക്ഷനാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് കൂടി വരണം. ഇത് 3ഉം എന്ത് കണക്ഷനാ? ഇത് 3ഉം പാരലൽ കണക്ഷൻ ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വയർ, ഒരു ഐഡിയൽ വയർ ആണെങ്കിൽ ഇവിടെ 1 കൊടുത്താൽ ഇതിലൂടെ കയറി ഇവിടെ വരുമ്പോൾ 1 വരും. ഇവിടെ 2 കൊടുത്താൽ ഇതിലൂടെ കയറി ഇവിടെ വരുമ്പോൾ 2 വരും. സോ ഇത് 3 കപ്പാസിറ്റേഴ്സും 1നും 2നും ഇടയിൽ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് 1 ആണ്, ഇത് 2 ആണ്. സോ 3 കപ്പാസിറ്റേഴ്സും എനിക്ക് 1നും 2നും ഇടയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് എന്ത് കണക്ഷൻ ആയിരിക്കണം? പാരലലി കണക്ട് ചെയ്യണം. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് വരും? ഇതാ നോക്കുക, ഇവിടേക്ക്. സോ ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്. സോ 3 പാരലൽ ആണെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് എത്ര വരിക? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പാരലൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താ? C1 plus C2 plus C3. So 3 plus 3 plus 3. So the answer is 9 microfarad. Answer is 9 microfarad. Clear alle? Makale clear alle? Then next നോക്കൂ. Correction window open ആയോ? Yes, updation വന്നിട്ടുണ്ടല്ലോ. So next നോക്കണേ. 2 capacitors 2 microfarad and 4 microfarad are connected in parallel. ആയിക്കോട്ടെ, നോക്കുക. 2ഉം 4ഉം പാരലൽ ആണ്. A third capacitor of 6 microfarad is connected in series. Fine. The combination is connected across a 12-volt battery. A combination is connected across a 12-volt battery. The voltage across a 2 microfarad capacitor is. അതായത് ഈ 2 microfarad കപ്പാസിറ്ററിന്റെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദ്യം. 2 microfarad കപ്പാസിറ്ററിന്റെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ 2വിനെയും ഈ 4ഉം പാരലൽ അല്ലേ? സോ അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 2ഉം 4ഉം പാരലൽ ആകുമ്പോൾ 6 മൈക്രോഫാരഡ് വരും. ഇപ്പുറത്തും 6 മൈക്രോഫാരഡ് ആണ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് ബാറ്ററിന്റെ അടുത്താണ്. ഇവിടെ 12 വോൾട്ട് ആണ്. ഇത് രണ്ടും ഈക്വൽ കപ്പാസിറ്റർ ആയതുകൊണ്ട്, ഈ രണ്ട് കപ്പാസിറ്റൻസും ഐഡന്റിക്കൽ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് രണ്ടിലും ഈക്വൽ ആയിട്ട് ഉണ്ടാവുക. സോ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ V1 എന്നും ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ V2 എന്ന് വിളിക്കുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, രണ്ടും ഐഡന്റിക്കൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എത്ര വരും? 6 വോൾട്ട് വരും. ഇവിടെ എന്താ വരിക? 6 വോൾട്ടാ വരിക. സോ ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്നത് 6 വോൾട്ടാ. ഈ രണ്ടാളുകളുടെയും അക്രോസ് ഉണ്ടാവുന്നത് 6 വോൾട്ടാ. പാരലൽ കണക്ഷൻ ആവുന്ന സമയത്ത് 6 വോൾട്ട് അല്ലെ? രണ്ട് പാരലൽ കണക്ഷൻ ആവുന്ന സമയത്ത് എന്താ കോൺസ്റ്റന്റ് വരിക? വോൾട്ടേജ് ആ കോൺസ്റ്റന്റ് വരിക. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്ന 6 വോൾട്ട് ആണെങ്കിൽ ഈ രണ്ടിന്റെയും അക്രോസ് ഉണ്ടാവുന്നത് 6 വോൾട്ട് തന്നെയായിരിക്കും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 6 വോൾട്ട്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 6 വോൾട്ട്. കിട്ടിയോ? ഐഡിയ മനസ്സിലായോ? സോ നമ്മൾ ചെയ്ത മെത്തേഡ് എന്താ? ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് പാരലൽ കണക്ഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി ഒരൊറ്റ കപ്പാസിറ്റർ ആക്കി മാറ്റി. അത് 6 ആണ്. സോ 6 ഇവിടെയും 6, താഴത്ത് 12 ആണ്. 12 ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവിടെയും 6 പോവും, ഇവിടെയും 6 പോവും. സോ ഇവിടെ പോയ 6 തന്നെയല്ലേ ഇതിന്റെ രണ്ടിനും അക്രോസ് ഉണ്ടാവുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. മനസ്സിലായോ? സോ ഇതേ മോഡൽ അടുത്തൊരു ചോദ്യം നോക്കുക. The equivalent capacitance between points A and B in below shown in figure will be. So equivalent capacitance ആണ്. സോ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. മാർക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക.
ഇവിടെ 1 കൊടുത്താൽ ഈ ലൈനിലൂടെ കയറി ഇവിടെ എന്താ വരിക 1 ആണ് വരിക. അതേപോലെ ഇവിടെ 2 കൊടുത്താൽ ഇതിലൂടെ കയറി ഇവിടെ 2 വരും. ഈ ലൈൻ ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത് കൊണ്ട് ഇതിന്റെ ഇവിടെയും എന്താ വരിക 2 ആ വരിക. സോ ഒരു 2 കഴിഞ്ഞ ഒരു കപ്പാസിറ്റർ കഴിഞ്ഞ് ഇപ്പുറത്ത് വരികയാണെങ്കിൽ 3 വരും. എടാ മക്കളെ എന്റെ ചോദ്യം ഇതാണ്, ഇത് മൂന്നും കണ്ടാൽ നമുക്കറിയാം ഇത് മൂന്നും പാരലാണ്. ഇത് മൂന്നും കണ്ടാൽ നമുക്ക് ഒറ്റയടിക്ക് അറിയാം ഇത് മൂന്നും പാരലാണ്. സോ ഇത് മൂന്നും പാരലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂന്നും പാരലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂന്നും പാരലാണെങ്കിൽ ഇവിടെ 1 എന്നും ഇവിടെ 2 എന്നും മാർക്ക് ചെയ്ത് 3 കപ്പാസിറ്റേഴ്സ് നമുക്ക് പാരലലി മാർക്ക് ചെയ്യാം. 3 കപ്പാസിറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? പാരലലി മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി എല്ലാം സെയിം ആയതുകൊണ്ട് ഞാൻ സി എന്ന് കൊടുത്തു. ഫൈൻ. പക്ഷേ നിങ്ങൾ നോക്ക്, ഇത് 2 ആണ്, ഇതും 2 ആണ്. സോ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഈ 2 കപ്പാസിറ്റേഴ്സ് ഷോർട്ടായി പോവില്ലേ? അതായത് 2 എന്നുള്ള 2 പോയിന്റ് ഇടയിൽ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 2 ആളുകൾ എന്തായി പോവും? ഷോർട്ടായി പോകും എന്ന് നമ്മൾ രാവിലെ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നുണ്ടോ? സോ ഇത് 2 ആണ്, ഇത് 2 ആണ്. ഇതിനിടയിലുള്ള കപ്പാസിറ്റേഴ്സ് എന്തായി പോവും? ഷോർട്ടായി പോവും. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരൊറ്റ കപ്പാസിറ്റർ ആണ്, അത് 2-നും 3-ക്കും ഇടയിലാണ്. സോ അതിന്റെ വാല്യൂ സി ആണ്. സോ വാട്ട് ഇസ് ആൻസർ ഹിയർ? ഇത് മൂന്നും പാരൽ ആയതുകൊണ്ട് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 3C എന്ന് എഴുതാം. ഇത് സീരീസ് ആയതുകൊണ്ട് 3Cയും സിയും ആവുന്ന സമയത്ത് നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 3C plus C divided by 3C plus C. C1 C2 divided by C1 plus C2. അടുത്ത സ്റ്റെപ്പിൽ 3C into C divided by 4C വരും. C കട്ട് ചെയ്താൽ 3/4C എന്ന് വരും. സോ ഹിയർ 3/4 into C ന്റെ വാല്യൂ നമുക്ക് 8 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നുണ്ട്. സോ കട്ട് ചെയ്താൽ 2 വരും. 3 into 2 the answer is 6 മൈക്രോ ഫാരഡ്. ആൻസർ വിൽ ബി 6 മൈക്രോ ഫാരഡ്. ആൻസർ വിൽ ബി 6 മൈക്രോ ഫാരഡ്. നിർബന്ധമായിട്ടും ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. സൈറ്റ് ഇടക്ക് ക്രാഷ് ആകുന്നുണ്ടെന്നോ? അത് നോർമലി പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൈറ്റിൽ സ്ലോ ആയിട്ടുണ്ടാവും. അത് റെഡി ആയിക്കോളും. ഓക്കെ then for the given circuit the charge that appears across 2 microfarad capacitor. എടാ ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്ന ചാർജ് ആണ് ചോദ്യം. സോ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ 1 കൊടുത്തു, ഇവിടെ ഞാൻ 2 എന്ന് കൊടുത്തു. ഇത് 2 ആണെങ്കിൽ ഈ ലൈൻ ഇതിലൂടെ കയറി പോകുന്ന ഇതെന്തായിരിക്കും? 2 ആയിരിക്കും. ഞാൻ ഇവിടെ 3 എന്ന് കൊടുത്തു. സോ നിങ്ങൾ നോക്ക്, ഈ 2 കപ്പാസിറ്റേഴ്സ് 2-നും 3-ക്കും ഇടയിലല്ലേ? ഈ 2 കപ്പാസിറ്റേഴ്സ് ഏതിനൊക്കെ ഇടയിലാണ്? 2-നും 3-ക്കും ഇടയിലാണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ആദ്യത്തെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 മൈക്രോ ഫാരഡ് ആണ്. ആദ്യത്തെ കപ്പാസിറ്റർ 1 ആണ്. രണ്ടാമത്തത് 1-നും 2-നും 3-ക്കും ഇടയിലായതുകൊണ്ട് അത് രണ്ടും പാരലൽ എന്നാണ് അതിന്റെ ലോജിക്ക്. സോ ഇങ്ങനെയാണ് ആ ഫിഗർ ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഫിഗർ ഡയറക്റ്റ് കൊടുക്കാതെ നിങ്ങൾക്ക് പോയിന്റ് പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യം വന്നത്. നോക്കുക, ഇവിടെ 1 കൊടുത്തു, ഒരു കപ്പാസിറ്റർ കഴിഞ്ഞ് വേറൊരു പോയിന്റ് ഉണ്ടെങ്കിൽ 2 കൊടുത്തു. ഇവിടെ 2 കൊടുത്തപ്പോൾ ഇതിന്റെ അപ്പുറത്ത് വേറെ പോയിന്റ് 3 എന്ന് കൊടുത്തു. പക്ഷെ ഈ 2 തന്നെ ഇതേപോലെ ലൈനിൽ ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ 2 വന്നു, ഈ 3 ഇതേപോലെ ഇങ്ങോട്ട് പോയി. സോ നമുക്ക് മനസ്സിലായി 2-നും 3-ക്കും അതേപോലെ 2-നും 3-ക്കും ഇടയിലാണ് 2 മൈക്രോ ഫാരഡും 3 മൈക്രോ ഫാരഡും. സോ ഞാൻ ഇവിടെ 2 മൈക്രോ ഫാരഡ് കൊടുത്തു, ഇവിടെ 3 മൈക്രോ ഫാരഡ് കൊടുത്തു, ഇവിടെ 1 മൈക്രോ ഫാരഡ് കൊടുത്തു. ഫൈൻ. ഇനി ചോദ്യം എന്താ? ഇതിന്റെ അക്രോസ് ഉണ്ടാവുന്ന ചാർജ് അല്ലേ? സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ മൊത്തത്തിൽ ഉണ്ടാവുന്ന ചാർജ് കണ്ടുപിടിക്കാം. ഇതിലൂടെ വരുന്ന മൊത്തം ചാർജ്, എല്ലാത്തിലും ഉണ്ടാവുന്ന ചാർജ് Q ആണെങ്കിൽ, ഇതിലുണ്ടാവുന്ന മൊത്തം ചാർജ് Q ആണെങ്കിൽ ഈ Q എന്നുള്ള ചാർജ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് Q1-ഉം Q2-ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ചോദിച്ചിരിക്കുന്നത് Q1 ആണ്. സോ ഫസ്റ്റ് നമുക്ക് Q കിട്ടണം. എങ്ങനെ Q കിട്ടും? Q എന്ന് പറഞ്ഞാൽ C എഫക്റ്റീവ് ഇൻറ്റു V ആണ്. V നമുക്ക് തന്നിട്ടുണ്ട്. C എഫക്റ്റീവ് ഇടണം. വാട്ട് ഈസ് C എഫക്റ്റീവ്? ഈ 2-ഉം 3-യും പാരലൽ ആയതുകൊണ്ട് എഫക്റ്റീവ് 5 ആണ്. 5-ഉം 1-ഉം അല്ലേ? 5-ഉം 1-ഉം സീരീസ് ആയതുകൊണ്ട് ബിഗ് 1 ഡിവൈഡ് ബൈ n+1. 5/1 5 തന്നെ വരും, 5+1 വരും. സോ ആൻസർ വിൽ ബി 5/6 എന്ന് കിട്ടും. സി എഫക്റ്റീവിന്റെ വാല്യൂ 5/6 എന്ന് കിട്ടും. സോ സി എഫക്റ്റീവ് 5/6 into 12 എന്ന് കിട്ടും. 12 6-ൽ 2 ടൈംസ് പോകും. സോ ചാർജ് വിൽ ബി 10 മൈക്രോ കൂളോം ആയിരിക്കും. ചാർജ് വിൽ ബി 10 മൈക്രോ കൂളോം എന്ന് കിട്ടും. ചാർജ് എത്ര കിട്ടും? 10 മൈക്രോ കൂളോം. ഈ 10 മൈക്രോ കൂളോം എന്നുള്ള ചാർജ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. സോ നമുക്കറിയാം Q = CV ആണെങ്കിൽ പാരലൽ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ
Q1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും C1 divided by C1 plus C2 into V ആണ്. So what is C1 here? C1 2 ആണ്. C1 plus C2 2 plus 3 5 ആണ്. Total potential will be, sorry, V അല്ല Q ആണ്. C1 divided by C1 plus C2 into Q ആണ്. Q 10 ആണ്. So കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. 2 into 2 ആൻസർ വിൽ ബി 4 മൈക്രോകൂളം ആയിരിക്കും. 4 മൈക്രോകൂളം. ഈ ടൈപ്പ് അപ്രോച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ ടൈപ്പ് അപ്രോച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഞാൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫിഗർ റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാൻ. ഈ ഫിഗർ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഈ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു സർക്കിൾ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചു. അത് Q = C എഫക്റ്റീവിന് V ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ Q എന്നുള്ള ചാർജ് ഇവിടെ എത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ Q1 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? C1 divided by C1 plus C2 into Q ചെയ്യുക. ഇനി നിങ്ങൾ Q2 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? C2 divided by C1 plus C2 into Q ചെയ്യുക. സോ ഈ റിസൾട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഈ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഈ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കും. പ്രോബ്ലം ചെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കും. പ്രോബ്ലം ചെയ്യാതെ നിന്നിട്ട് എന്തില്ല? ഒരു കാര്യവുമില്ല. പ്രോബ്ലം ചെയ്യാതെ നിന്നിട്ട് എന്തില്ല? ഒരു കാര്യവുമില്ല. നെക്സ്റ്റ് നോക്കൂ. The separation between the plates of a parallel plate capacitor is D and area of each plate is A. When a slab of material of dielectric constant K and thickness T is introduced between the plates, the capacitance become. എടാ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഇന്നലെ പഠിച്ചൊരു ഐഡിയ ആണ്. അതായത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്. ഈ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഞാനൊരു മീഡിയം കൊണ്ടുവച്ചു. ആ മീഡിയത്തിൻ്റെ തിക്നെസ് T ആണ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. ഇപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ന്യൂ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ε0 A divided by D minus T plus T by K എന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്ക് നിങ്ങൾ. ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ പറ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ പറ. പെട്ടെന്ന് പറ. ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറ. വേഗം പറയൂ. ε0 A divided by D minus T plus T by K എന്നുള്ളൊരു ആൻസർ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇതാണ് ആൻസർ, ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾ ആ ഓപ്ഷനിൽ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ കാണുന്ന രീതിയിൽ ഇതിനങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ച് പറ. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ε0 A divided by D minus T ഞാൻ കോമൺ ആക്കി എടുത്താൽ എനിക്ക് 1 minus 1 by K എന്നല്ലേ കിട്ടുക. മൈനസ് ടി അകത്തേക്ക് പോയാൽ മൈനസ് ടി, ഈ മൈനസ് ടി അകത്തേക്ക് പോയാൽ ഇൻറ്റു മൈനസ് 1 by K ചെയ്യുമ്പോൾ പ്ലസ് T by K എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി അല്ലേ വരിക? Option C is the right answer. Option C is the right answer. Then, ഇത് നോക്കൂ. A parallel plate condenser with a plate area A and separation D is filled with two dielectric materials as shown in the adjoining figure. The dielectric constants are K1 and K2. The capacitance will be എന്ന ചോദ്യം. Capacitance അല്ലേ? എടാ മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒരു കപ്പാസിറ്റർ പ്ലെയിൻ ഇടയിൽ കൊണ്ടുവച്ചാൽ കപ്പാസിറ്റൻസ് വിൽ ബി ഇൻക്രീസസ് ബൈ K ടൈംസ്. സോ ഇവിടെ C ഡാഷ് is equal to K effective into C എന്ന് എഴുതാം. Why K effective? ഇത് എന്ത് കണക്ഷനാണ്? ഇത് സീരീസ് ആണോ പാരലൽ കണക്ഷൻ ആണോ? ഡയലക്ട്രിക്കിന്റെ സീരീസ് ആണോ പാരലൽ കണക്ഷൻ ആണോ? ഇത് നമ്മൾ രാവിലെ പഠിച്ചായിരുന്നു. ഏരിയ വൈസ് ആണ് കട്ടിങ് വരുന്നതെങ്കിൽ അത് പാരലൽ എന്നും, ഇങ്ങനെയാണ് കട്ടിങ് വരുന്നതെങ്കിൽ അത് സീരീസ് എന്നും. അതിന് നമ്മൾ K സീരീസിന് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നായിരുന്നു, സിഗ്മ ടി ഡിവൈഡ് ബൈ സിഗ്മ ടി ബൈ K എന്ന്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ K സീരീസിന്റെ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി, 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. അതായത് ഈ d by 2 ഡിസ്റ്റൻസിലാണ് രണ്ട് ഡയലക്ട്രിക് മീഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന K സീരീസിന്റെ ഇക്വേഷൻ ആണ് 2. ഡയലക്ട്രിക്കിന്റെ സീരീസിന്റെ ഇക്വേഷൻ ആണ് 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C ഡാഷ് ഇസ് ഈക്വൽ ടു 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2 ൽ C എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇനീഷ്യൽ കപ്പാസിറ്റൻസ് അല്ലേ? അതെന്താണത്? ε0 A by D. ഈ ഒരു ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഈ ഒരു ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഇത് പഠിച്ചേ പറ്റുള്ളൂ, റിസൾട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയതെന്ന് സംശയമുള്ളവർ ഇങ്ങനെ നോക്കിയാൽ മതി. K സീരീസ് ഇസ് ഈക്വൽ ടു സിഗ്മ ടി എന്ന് പറയുമ്പോൾ തിക്നെസ് D by 2 പ്ലസ് D by 2 ഡിവൈഡഡ് ബൈ
d/2 k1 പ്ലസ് d/2 k2. ഇത് സോൾവ് ചെയ്താൽ ഇതാണ് കിട്ടുക. സംശയമുള്ളവർ അത് സോൾവ് ചെയ്യും. അപ്പോൾ സീരീസിന്റെ ഇക്വേഷൻ പഠിക്കലാണ്. ഇത് നമ്മൾ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? C' അവിടെ നിൽക്കട്ടെ. ε0 a/d ഇങ്ങനെ എടുക്കാം. ഇവിടെ k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2ε0 a ഡിവൈഡ് ബൈ a/d ഇൻറ്റു k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2 എന്ന് കിട്ടും. യെസ്, ആൻസർ വിൽ ബി ഓപ്ഷൻ സി. സെയിം ചോദ്യം, സെയിം മോഡൽ ചോദ്യം, ആൻസർ പറയാൻ പറ്റുമോ? സെയിം ചോദ്യം തന്നെ അല്ലേ? നോക്കുക, ഇവിടെ k1 എന്നുള്ള ഒരു ഡയലക്ട്രിക് മീഡിയമാണ്, ഇവിടെ k2 എന്നുള്ള ഒരു ഡയലക്ട്രിക് മീഡിയമാണ്. അത് വെച്ചിരിക്കുന്ന തിക്നെസ് d/2 ആണ്. d/2 ആണെങ്കിൽ k എഫക്റ്റീവിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. d/2 ആണെങ്കിൽ k എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം എന്താ k എഫക്റ്റീവ്? 2k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2. 2k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2 അല്ലേ ആൻസർ? k എഫക്റ്റീവ് 2k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2. സോ അങ്ങനെ നോക്കുമ്പോൾ C' എന്ന് പറഞ്ഞാൽ k എഫക്റ്റീവ് ഇൻറ്റു C അല്ലേ? k എഫക്റ്റീവ് 2k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2 ഇൻറ്റു C എന്ന് പറഞ്ഞാൽ ε0 a/d ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? യു ഹാവ് ടു പിക്ക് ദ ആൻസർ. ഏതാ വരിക? നമ്മളിപ്പോൾ ചെയ്ത സെയിം ചോദ്യം തന്നെ അല്ലേ? 2ε0 a/d ഇൻറ്റു k1 k2 ഡിവൈഡ് ബൈ k1 k2 ഡിവൈഡ് ബൈ k1 പ്ലസ് k2. ഓപ്ഷൻ ഡി അല്ല ആൻസർ വരിക. ഓപ്ഷൻ ഡി. രണ്ടും ഏകദേശം സിമിലർ ചോദ്യമാണ്. ഓപ്ഷൻ ഡി അല്ല ആൻസർ വരിക. ഓപ്ഷൻ ഡി അല്ല ആൻസർ വരിക. ഇത് നോക്കൂ, നിങ്ങൾ ഇത് നോക്കൂ. ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് അക്രോസ് AB. ഓൾ കപ്പാസിറ്റൻസ് ഇൻ മൈക്രോഫാരഡ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് A ആണ്, ഇതാണ് B. ഈ 17ഉം 13ഉം പാരലാണ്. ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ A നേടി 17ഉം 13ഉം പാരലാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് 17 പ്ലസ് 13 ദാറ്റ് വിൽ ഗീവ് എനിക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാ ഈ സാധനം ഒന്നാക്കി മാറ്റി. ഓക്കെ, അതിനുശേഷം ഇതാ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ആണുള്ളത്. സോ ഇതാണ് ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ആണുള്ളത്. ഫൈൻ. ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആരാളുള്ളത്? 5 ഉണ്ട്. സോ ഞാൻ ഇവിടെ താഴത്തേക്ക് 5 വരച്ചു. ദെൻ ഈ എൻഡ് ഇങ്ങനെ പോയിട്ട് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1ഉം 1ഉം എന്തുണ്ട്? പാരലുണ്ട്. 1ഉം 1ഉം പാരലാണെങ്കിൽ എഫക്റ്റീവ് എത്ര വരിക? 2 വരും. ഈ 5 നേരെ പോയിട്ട് ഇവിടെ മീറ്റ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് A സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ആണ്, ഇവിടെ പോയി മീറ്റ് ചെയ്യുന്നത്. ഇവിടെ മക്കളെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണിത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. സത്യൻ വി കൃഷ്ണൻ. ഇത് സാർ പാരലാണെങ്കിലോ? പാരലാണെങ്കിൽ എഫക്റ്റീവിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പാരലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ കട്ടിങ് വരും. ഇത് A1, ഇത് A2 എന്ന് വിചാരിക്കുക. സോ K പാരലൽ എന്ന് പറഞ്ഞാൽ സിഗ്മ KA ഡിവൈഡ് ബൈ സിഗ്മ A. സിഗ്മ KA ഡിവൈഡ് ബൈ സിഗ്മ A ഓർ K1 A1. ഇവിടെ K1 ഇവിടെ K2 ആണെങ്കിൽ പാരലൽ കേസ് ആണെങ്കിൽ K1 A1 പ്ലസ് K2 A2 ഡിവൈഡ് ബൈ A1 പ്ലസ് A2. പാരലാണെങ്കിൽ ഇതാണ് റിസൾട്ട് നോട്ട് ചെയ്യണേ. പാരലും ചോദിക്കും. നോർമലി എപ്പോഴും സീരീസിന്റെ ചോദ്യം കാണാറ്. സോ നിങ്ങൾ പറ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ത് കണക്ഷനാ? ദിസ് ഈസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണ്ടീഷൻ എന്താ? 30 ഡിവൈഡ് ബൈ 10. 30 ഡിവൈഡ് ബൈ 10 3 ആ. 6 ഡിവൈഡ് ബൈ 2 എത്രയാ? 3 ആ. സോ അപ്പോൾ നിങ്ങൾ ആരെ കൺസിഡർ ചെയ്യേണ്ട? ഈ 5നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 30ഉം 10ഉം സീരീസ്. 30ഉം 10ഉം സീരീസ് ആണെങ്കിൽ ബിഗ് 1 ഡിവൈഡ് ബൈ n+1 അടിച്ചാൽ 30 ഡിവൈഡ് ബൈ 30 ബൈ 10 3 പ്ലസ് 1 4 വരും. 30/4 വരും. ആം റൈറ്റ്? 30 ഡിവൈഡ് ബൈ 4 വരും. 30 ഡിവൈഡ് ബൈ 4 വരും. അതിന് സംശയം ഉണ്ടോ? 30 ഡിവൈഡ് ബൈ 4 വരും. ദെൻ 6ഉം 2 ആവുന്ന സമയത്ത് ബിഗ് 1 ഡിവൈഡ് ബൈ n+1 ആണെങ്കിൽ 6 ഡിവൈഡ് ബൈ 3+1 ഓർ 6/4 കിട്ടും. സോ ഒന്ന് 30/4ഉം ഒന്ന് 6/4ഉം രണ്ടും കൂടി കൂട്ടിയാലല്ലേ പാരലൽ വരിക. സോ 30 പ്ലസ് 6/4, 30 പ്ലസ് 6/4, 36/4, 36/4. The answer is 9. 9 microfarad is the right answer. 9 microfarad is the right answer. 9 microfarad is the right answer. Okay. സോ ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആക്കി എടുത്ത ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് നോക്കടാ. 2 spherical conductors of radius 4 meter and 5 meter are charged to the same potential.
if sigma 1 and sigma 2 be the respective value of the surface density of charges on the two conductors, then the ratio of sigma 1 divided by sigma 2. Sigma 1 divided by sigma 2. Right? Sigma 1 by sigma 2 പറഞ്ഞാൽ R2 divided by R1 നിങ്ങൾ പഠിച്ചിട്ടില്ലേ? R2 divided by R1. ഇതേ മോഡൽ ചോദ്യം നമ്മൾ 100 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റിൽ ഇടുക. ഇതേ മോഡൽ ചോദ്യം നമ്മൾ 2 ദിവസമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ ഇടണം. നിർബന്ധമായിട്ട് ഇതിന്റെ ആൻസർ കമന്റിൽ നിങ്ങൾ ഇടണം. ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. വെറുതെ ഇരുന്ന് കാണുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് വർക്ക് ചെയ്തു നോക്കുക. Then a dielectric substance is filled between two plates of a condenser after disconnecting from the battery. ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് കൂടി വരണം. ഡിസ്കണക്ട് ചെയ്താൽ ആരാ കോൺസ്റ്റന്റ് എന്ന് അറിയോ? Q is constant. Q is constant. ഡിസ്കണക്ട് ചെയ്താൽ Q is constant. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരാ കോൺസ്റ്റന്റ്? V is constant. ഡിസ്കണക്ട് ചെയ്താൽ Q കോൺസ്റ്റന്റ് ആണ്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ V കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ പറയാണ്, നമുക്ക് 2 കേസായിട്ട് ചെയ്യാം, ബിഫോറും ആഫ്റ്ററും. അതായത് ഒരു ഡയലക്ട്രിക്, അതായത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്, ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം വയ്ക്കുകയാണ്. അതാണ് ആഫ്റ്റർ സിറ്റുവേഷൻ, ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, സോ ബിഫോർ നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ε0 A/d ആണ്. പക്ഷെ ഒരു ഡയലക്ട്രിക് മീഡിയം വെച്ചാൽ കപ്പാസിറ്റൻസ് വിൽ ബിക്കം K ഇൻറ്റു ε0 A/d ഓർ K ടൈംസ് ആവും, KC ആവും. K ടൈംസ് കൂടും, നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന്റെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു? ഇൻക്രീസസ്. കപ്പാസിറ്റൻസ് ഇൻക്രീസസ് വരുന്ന 2 ഓപ്ഷൻസ്. കപ്പാസിറ്റൻസ് ഇൻക്രീസസ് വരുന്ന 2 ഓപ്ഷൻസ്. ഇനി പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാം ചാർജ് വരുന്ന Q കോൺസ്റ്റന്റ് ആവുന്ന സിറ്റുവേഷനിൽ Q വരുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ എടുക്കണം. എന്താണ് Q വരുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ? V is equal to Q by C. V is equal to Q by C. Then ന്യൂ ആണെങ്കിൽ Q divided by C dash വരും. C dash എന്ന് പറഞ്ഞാൽ എന്താ? KC ആണ്. സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V by K വരും. അതായത് ന്യൂ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. ന്യൂ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഡയലക്ട്രിക് മീഡിയം കപ്പാസിറ്റർ പ്ലെയിൻ ഇടയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? V by K ആയിട്ട് മാറും. സോ ഡിക്രീസസ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. സോ അഗൈൻ വാട്ട് ഹാപ്പൻസ് ടു പൊട്ടൻഷ്യൽ എനർജി? U is equal to Q square by 2C. സോ ഇവിടെ നിങ്ങൾ U dash is equal എന്ത് വരും? Q square divided by 2C dash വരും. C dash K ടൈംസ് ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, U dash is equal to U by K. U dash is equal to U by K. സോ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, പൊട്ടൻഷ്യൽ V by K ആവും, ഡിക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി U by K ആവും, ഒക്കെ കുറയുക ചെയ്യാം. സോ കപ്പാസിറ്റൻസ് ഇൻക്രീസസ്, ബാക്കി രണ്ടും ഡിക്രീസസ്. എപ്പോൾ? ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത സിറ്റുവേഷനിലാണ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുക കേട്ടോ. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത സിറ്റുവേഷൻ. യെസ്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത സിറ്റുവേഷൻ. Then ഇതിന്റെ ആൻസർ പറയൂ. In a parallel plate capacitor, the distance between the plates is d and the potential difference across the plate is V. Energy stored per unit volume. Energy stored per unit volume ഇക്വേഷൻ നമുക്കറിയാം, U is equal to half ε0 E square ആണ്. പക്ഷെ ആൻസറിൽ V by D എന്നുള്ള ഫോർമാറ്റ് ഉള്ളത് കൊണ്ട് ഹാഫ് ഇൻറ്റു ε0 ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ V by D ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും, ഓർ ഹാഫ് ε0 ഇൻറ്റു V square divided by D square. ഹാഫ് ε0 ഇൻറ്റു V square divided by D square. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. ദെൻ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹാവിംഗ് പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ അല്ലേ? ഹാവിംഗ് എ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ. പോളാർ മോളിക്യൂൾ അക്വയർ ഡൈപോൾ മൊമെന്റ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അല്ല, പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉള്ള ആളുകളാണ് അല്ലേ? സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ദെൻ ഇതിന്റെ ആൻസർ എന്താ വരിക? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഇത് മറന്നു പോകരുത് കേട്ടോ. അതായത് ഡൈപോൾ മൊമെന്റ്, അതായത് -Q + Q എന്നുള്ള ഒരു ഡൈപോൾ, അതിന്റെ ഡൈപോൾ മൊമെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ? ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. പക്ഷേ ഒരു പോയിന്റ് ഇക്വറ്റോറിയൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നുണ്ട് ആ പ്ലെയിൻ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ?
ഡൈപോൾ മൊമെന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. സോ അവിടെ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര മക്കളെ വരിക? ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി. ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അറ്റ് ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്താ? 180 ഡിഗ്രി. Then when an electric dipole P is kept in a uniform electric field E, then for what value of angle between dipole moment and electric field the torque will be maximum? Torque maximum ആവണമെങ്കിൽ നിങ്ങൾ പറ torque is equal to P cross E അല്ലേ? or നമുക്കറിയാം P is sin theta. Torque എപ്പോഴാണ് മാക്സിമം ആവുക? തീറ്റ 90 ആവുമ്പോഴല്ലേ ടോർക്ക് മാക്സിമം ആവുക. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ PE ആണ്. സോ തീറ്റ 90 ആവുമ്പോഴാണ് മാക്സിമം ടോർക്ക് കിട്ടുക. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? ഇവിടെ നിങ്ങൾ കിട്ടുന്ന ആൻസർ എന്താ വരിക? ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ടോർക്ക് മാക്സിമം ആവുക ഇവ തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോഴാണ്. ടോർക്ക് മാക്സിമം ആവുക ഇവ തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോഴാണ് ടോർക്ക് എന്താവുക? മാക്സിമം ആവുക. യെസ്. നോക്കൂ നെക്സ്റ്റ് ചോദ്യം. 2 concentric thin metallic spheres of radius R1 and R2. R1 bears charge Q1 and Q2 respectively. Then the potential at the radius R between R1 and R2 will be 1/4 pi epsilon 0 times എന്ന ചോദ്യം. അതായത് ഈ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് 2 കോൺസെൻട്രിക് തിൻ മെറ്റാലിക് സ്ഫിയേഴ്സ് ഉണ്ട്. ഒന്ന് ഇതാണ്, അടുത്തത് ഇതാണ്. R1 is greater than R2. സോ ഇതിന്റെ റേഡിയസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വലുതാണ് R1, ചെറുതാണ് എന്ത്? R2. ഇതാണ് R2. ദെൻ R1 ഉണ്ടാവുന്ന ചാർജ് Q1 ആണ്, R2 ഉണ്ടാവുന്ന ചാർജ് Q2 ആണ്. എന്താണ് ചോദ്യം? സോ സാർ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമുണ്ട്? ഓഫ് കോഴ്സ് കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ചെയ്യാൻ വേണ്ടി പറയുന്നത്. Then the potential at radius R between R1 and R2. അതായത് ഈ ക്യാപിറ്റൽ R1ഉം ഇതാണ് R1, ഇത് R2. ഇതിന്റെ ഇടയിലാണ് ഒരു പോയിന്റ് ഉള്ളത്. ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് സ്മോൾ r. ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ് സ്മോൾ r. സോ ഇതാണ് പോയിന്റ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം ചെറിയ സ്ഫിയർ നോക്കുക. ചെറിയ സ്ഫിയറിന്റെ എവിടെയാ പോയിന്റ്? ചെറിയ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ആണ് പോയിന്റ്. സോ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്താം? K into Q2 ഡിവൈഡ് ബൈ ചെറിയ സ്ഫിയറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. സോറി ഇപ്പോൾ യെസ് കാര്യമുണ്ട്, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് കിടക്കുന്ന ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. പ്ലസ് രണ്ടാമത്തെ സ്ഫിയറിന്റെ അകത്താ പോയിന്റ്. രണ്ടാമത്തെ സ്ഫിയറിന്റെ അകത്താണെങ്കിൽ നമ്മൾ എവിടെയാണ് പോയിന്റ് എടുക്കുക? രണ്ടാമത്തെ സ്ഫിയറിന്റെ അകത്താണ് പോയിന്റ് എങ്കിൽ നമ്മൾ എവിടെയാണ് പൊട്ടൻഷ്യൽ എടുക്കുക? പൊട്ടൻഷ്യൽ അറ്റ് എവിടെ എടുക്കും? സ്ഫിയറിന്റെ അകത്താണ് പോയിന്റ് എങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ എവിടെ എടുക്കുക? പൊട്ടൻഷ്യൽ അറ്റ് സർഫസിൽ എടുക്കുക. പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും K into നമുക്ക് പറയാൻ പറ്റും എന്താ? K into Q1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ സ്ഫിയറിന്റെ സർഫസ് ആകുമ്പോൾ R1 എന്ന് വരും. K Q1 ഡിവൈഡ് ബൈ R1. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് K കോമൺ ആക്കി എടുത്താൽ Q2 ബൈ സ്മോൾ r പ്ലസ് Q1 ബൈ ക്യാപിറ്റൽ R1 കിട്ടും. K എന്ന് പറഞ്ഞാൽ 1/4 pi epsilon 0 അല്ലേ? 1/4 pi epsilon 0. സോ Q1 ബൈ R1 പ്ലസ് Q2 ബൈ R എന്ന് കിട്ടും. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ആ കാണുന്ന ഓപ്ഷൻ ഏതാ മക്കളെ വരിക? ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് ഏതാ ആൻസർ വരിക? അതായത് ഇതിന്റെ ഇടയിലാണ് പോയിന്റ് എങ്കിൽ നമുക്കറിയാം ചെറിയ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ആണ്, അവിടേക്കുള്ള ദൂരം സ്മോൾ r ആണ്. വലിയ സ്ഫിയറിന്റെ ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ എവിടെ എടുക്കുക? സർഫസിലെ പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 1/4 pi epsilon 0 into Q1 by R1 plus Q2 by R. So we are moving to the last question. Yes. So yes, two isolated conducting spheres S1 and S2 of radius R, 2/3 R and 1/3 R. I have charges 12 microcoulomb and -3 microcoulomb. They are now connected by a conducting wire. A long time after this done, the charges on S1 and S2. നമുക്കറിയാം രണ്ട് ചാർജുകളുള്ള രണ്ട് സ്ഫിയേഴ്സ് ഇവ തമ്മിൽ ഒരു വയർ വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് വിൽ ഫ്ലോ അണ്ടിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബിക്കംസ് എ.
പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം ആയ സിറ്റുവേഷനിൽ രണ്ട് സ്ഫിയറിൽ ഉണ്ടാവുന്ന പുതിയ ചാർജുകൾ, അതായത് ആദ്യം 12 -3 ആണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് ഫ്ലോ പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ചാർജ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? Q1 dash is equal to Q1 plus Q2 divided by R1 plus R2 into R1. Then അതേപോലെ Q2 dash is equal to Q1 plus Q2 into R1 plus R2 into രണ്ടാമത്തെ സ്ഫിയർ ആണെങ്കിൽ R2 എന്ന് കൊടുക്കാം. സോ ഹിയർ Q1 12 ആണ്, Q2 -3 ആണ്. R1 plus R2 2/3 R plus 1/3 R എന്ന് പറഞ്ഞാൽ Rn അല്ലേ. R1 2/3 R ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ R കട്ട് ചെയ്യാം. 12 - 3 9 into 2/3. സോ 9/3 3 into 2 6 മൈക്രോ കൂളോന്ന് കിട്ടും. 6 മൈക്രോ കൂളോ. അപ്പോൾ നമുക്ക് Q1 ഡാഷ് ഇത് നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടടാ. ഒരു ചെറിയ സ്ഫിയർ, ഒരു വലിയ സ്ഫിയർ, ഇവ തമ്മിൽ ഒരു വയറുമായി കണക്ട് ചെയ്യുമ്പോൾ ആദ്യമുള്ള ചാർജ് Q1, രണ്ടാമത്തെ ചാർജ് Q2. സോ പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന ചാർജ് Q1 ഡാഷും ഇതിലുണ്ടാവുന്ന ചാർജ് Q2 ഡാഷുമാണ്. ആ Q1 ഡാഷിന്റെ ഇക്വേഷൻ ആണ് Q1 plus Q2 divided by R1 plus R2 into R1. ഇനി രണ്ടാമത്തെ സ്ഫിയറിൽ ഉണ്ടാവുന്ന ചാർജ് ആണ് ചോദിച്ചെങ്കിൽ Q1 plus Q2 divided by R1 plus R2 into R2. സോ ഇവിടെ Q1 plus Q2 എത്രയാണ്? 12 - 3 divided by R1 plus R2 Rn. രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് R/3 ആണ്. R കട്ട് ചെയ്യുക. 12 - 3 9/3 ദാറ്റ് വിൽ ഗിവ് 3 എന്ന് കിട്ടും. സോ ആദ്യത്തെ സ്ഫിയർ 6ഉം രണ്ടാമത്തെ സ്ഫിയർ 3ഉം വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ലാസ്റ്റ് പാർട്ട്. സോ ഇതോടെ നമ്മൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മാത്സിന്റെ പുലിക്കുട്ടി വെൽക്കമിങ് സിംഗക്കുട്ടിയെ വെൽക്കം ചെയ്യുന്നുണ്ട്, നമ്മുടെ റുഫൈസ് സാറിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇനി റുഫൈസ് സാർ നിങ്ങളിൽ കൈകാര്യം ചെയ്യും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നിങ്ങൾക്കുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. സോ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ലാഗ് അടിക്കരുത്. സാർ അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളുണ്ടാണ് ശ്രദ്ധിച്ച്. അതെ, അത്രേ ഉള്ളൂ. യെസ്, ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ സർ. ബൈ സർ. ഹായ് മക്കളെ, മക്കളെ, ഓ മക്കളെ, ബ്ലാക്ക് വൈറ്റ് ആണ്. I am a common boy. മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യടാ. സ്റ്റാർട്ട് ചെയ്യാം മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ. കമോൺ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വരാൻ വേണ്ടി പറയൂ. നമ്മൾ ഇന്ന് പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇതാ ഉപയോഗിച്ച് അതിനെ നമ്മൾ തറവാക്കാൻ വേണ്ടിയിട്ടാണ് ലാത്തത്തെ 100 ക്വസ്റ്റ്യൻ സീരീസ് അല്ലേ. നമ്മൾ അന്നന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ നമുക്ക് പക്ക പെർഫെക്റ്റ് ആക്കി തറവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലാസ്റ്റത്തെ രാത്രിയുള്ള 100 ക്വസ്റ്റ്യൻ സീരീസ്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, നമ്മുടെ കൂടെ നിങ്ങളും ചെയ്യും. നിങ്ങൾ സെറ്റാക്കും. നിങ്ങൾ ക്യുഎറ്റ് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്ത് അടുത്ത വർഷം മികച്ച കോളേജുകൾ എത്തണം. ഓക്കെ, റെഡി? ആകെ സത്യൻ വി കൃഷ്ണ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ? ദേവിക കോടേരി, ഗുൽമോഹർ എവിടെ? എന്റെ അപ്പൂസ് എവിടെ? അപ്പൂസേനോട് പിണങ്ങിയോ? ഓക്കെ, യാസ്. ഇപ്പൊ എന്താ സംശയം? നമുക്ക് 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, മാത്സ് 2 ചാപ്റ്റർ അല്ലേ, 3ാമത്തെ ചാപ്റ്റർ അല്ലേ, പിന്നെ ഫിസിക്സ് സാറ് പറഞ്ഞ 2 ചാപ്റ്ററിലെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ.
അപ്പൊ നിർബന്ധമായിട്ടും ഇപ്പോൾ ക്യൂറ്റ് ജോയിൻ ചെയ്യുന്നവർ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യൂ. ഓക്കെ, റെഡി മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ ചെയ്ത് വിടാം. ഓക്കെ, എന്താണ് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഓക്കെ മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതൊന്ന് സ്റ്റാറ്റസ് ഇട്ടെ, നമ്മുടെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് അയച്ചു നോക്കിയാട്ടെ. ഓക്കെ, റെഡി, വെരി ഗുഡ് സത്യൻ വി കൃഷ്ണ. അപ്പൊ അടുത്തത് ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയ കോൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പറയാത്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോസിനെ കാണാനില്ല. ഓക്കെ, റെഡി. സോ മക്കളെ, നമ്മൾ വളരെ എളുപ്പത്തിലാണ് അല്ലെ, വാട്ട് ഇസ് എക്സ് ഇൻറ്റു എക്സ് അല്ലെ, എന്താണ് അല്ലെ, നമ്മൾ ഡിറ്റ് സോൾവ് ചെയ്യാണ്. എക്സ് സ്ക്വയർ അല്ലെ മൈനസ് 18 into 2 എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് 36 ആണ് അല്ലെ. ഇവിടെയാണ് ഡിറ്റ് സോൾവ് ചെയ്യുമ്പോൾ 6 into 6 നമുക്കറിയാവുന്നതാണ് 36 ആണ് അല്ലേടാ. മൈനസ് 18 into അതും എന്താണ് 36 ആണ് അല്ലെ. ഇത് രണ്ടും കൂടി പോയി. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 അല്ലെ മക്കളെ. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വേർ ഇസ് ഗുൽമോഹർ പോയോ? ഫുഡ് കഴിക്കാൻ പോയോ? റെഡി മക്കളെ, അടുത്ത ചോദ്യം ഇതേപോലുള്ള മറ്റൊരു ചോദ്യമാണ്, നമുക്ക് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, ഇതേപോലെ ചോദ്യം മുമ്പ് ക്വറ്റിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ ചുമ്മാ നമ്മളെ ക്വസ്റ്റ്യൻ എടുത്ത് വരുന്നതല്ല കേട്ടോ. സോ മക്കളെ, നമ്മളെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 2x into x അല്ലേടാ, എന്താണ് 2x സ്ക്വയർ അല്ലെ മൈനസ് 8 into 5 നമുക്കറിയാം അല്ലെ, എന്താണ് 40 ആണ്. എടാ റെഡി അല്ലേ? ഇവിടെ ആണെങ്കിൽ 6 into 3 എന്താണ് മക്കളെ 18 ആണ്. മൈനസ് 8 into 5 അല്ലെ, 8 into 5 എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ് 40 ആണ്. എടാ റെഡി അല്ലേ? യെസ്, ഇവിടെ ഇതുവരെ രണ്ടുപേരും എന്തായി മക്കളെ ക്യാൻസർ ആയിട്ട് പോയി. അഗൈൻ 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു 18, x square is equal to 9, x is equal to plus or minus 3 അല്ലെ. അപ്പൊ പ്ലസ് 3 ഉണ്ട്, അതേപോലെ മക്കളെ മൈനസ് 3 ഉണ്ട്. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ആൻഡ് സി അല്ലെ, അഥവാ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ മനസ്സിലായടാ? യെസ്, ഓക്കെ അല്ലെ? റെഡി മക്കളെ, റെഡി? യെസ്, മാസിൻ ഷാ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം എന്താണ് മക്കളെ? നോക്കടാ, cos 15 ഡിഗ്രി, സൈൻ 15 ഡിഗ്രി, സൈൻ 75 ഡിഗ്രി, കോസ് 75 ഡിഗ്രി അല്ലെ. നമ്മൾ ഇതിനെ സോൾവ് ആക്കണം. വളരെ എളുപ്പമാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിതിനെ പല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സൈൻ കോസ് 15 ഡിഗ്രി, എനിക്ക് ഇവിടെ കോസ് 15 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇതിന് സൈൻ 15 ഡിഗ്രിന് കോസ് 75 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ 1 പുറത്ത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, നമുക്കിത് അത്ര നാലേക്കണ്ട, വേഗത്തിൽ പരിപാടി ആയിരിക്കും അല്ലെ. ഇത് ക്രോസ് ചെയ്യുന്നു അല്ലെ, കോസ് 15 into cos 75 അല്ലെ, കോസ് 15 into കോസ് 75 ഡിഗ്രി അല്ലെ, മൈനസ് സൈൻ 15 ഡിഗ്രി ഇൻറ്റു അല്ലെ, എന്താണ് സൈൻ 75 ഡിഗ്രി അല്ലെ മക്കളെ. റെഡി അല്ലെ? ഇതേത് ഫോർമാറ്റ് ആടാ മക്കളെ? ഇതേത് ഫോർമാറ്റ് ആടാ മക്കളെ? എന്താണ് ഇത്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. എടാ മനസ്സിലായില്ലേ? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ് അല്ലെ. കോസ് എ കോസ് ബി അല്ലെ മൈനസ് എന്താണ് മക്കളെ സൈൻ എ സൈൻ ബി ആണ് അല്ലെ. എന്താ മക്കളെ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലി എന്താണ് കോസ് എ പ്ലസ് ബി ആണ്. എടാ റെഡി അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കും മക്കളെ, കോസ് 15 കോസ് 75, സൈൻ 15 സൈൻ 75 അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ കോസ് 15 പ്ലസ് 75 അല്ലെ. നമുക്ക് ഇങ്ങനത്തെ ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റ് ആണെന്ന് മനസ്സിലാവണം. ഓക്കെ, ഇത് ഏത് ഫോർമാറ്റ് ആണെന്ന് മനസ്സിലാവണം. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുമ്പോൾ കോസ് എ പ്ലസ് ബി ആണ്. സോ ഇവിടെ കോസ് 15 പ്ലസ് 75 അല്ലെ. സോ മക്കളെ എന്തായാലും പറയാം കോസ് 90 ഡിഗ്രി എന്നും അല്ലെ. കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് സിംപിളി എന്താണ് 0 ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ? ഇനി മക്കളെ അടുത്ത ചോദ്യം, a is equal to this one. എടാ മക്കളെ റെഡി അല്ലേ? മക്കളെ ഓക്കെ ആണോ? a is equal to this one. ഓക്കെ അല്ലേ? then determinant of a is. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുക? ഉത്തരം ഈസ് ഡി. എടാ എന്തുകൊണ്ടാണ് മക്കളെ ഇതിന്റെ ഉത്തരം ഡി ആയത്? ബിക്കോസ് ഡിറ്റർമിനന്റ് ഈസ് ഓൺലി ഡിഫൈൻഡ് ഫോർ സ്ക്വയർ മെട്രിക്സ് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കുലർ മെട്രിക്സിന് എന്തായിട്ടില്ല? ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ സ്ക്വയർ മെട്രിക്സ് അല്ലെ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവുന്നില്ല? ഡിറ്റ് എ എന്താവുന്നില്ല മക്കളെ? എക്സിസ്റ്റ് ചെയ്യുന്നില്ലടാ. അപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം? ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ റെഡിയാണോ? യെസ്. ഓക്കെ, ഇനി മക്കളെ അടുത്തത് എന്താണ്? സിംഗുലാർ മെട്രിക്സ്. ഓക്കെ അല്ലെ മക്കളെ? എന്താണ് സിംഗുലാർ മെട്രിക്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് എ ഇസ് സിംഗുലാർ മെട്രിക്സ് ഡിറ്റ് എ ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഇഫ് എ ഇസ് നോൺ സിംഗുലാർ മെട്രിക്സ് ഡിറ്റ് എ ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പൊ ഈ ഡിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേടാ. ഈ ഡിറ്റ് വാല്യൂ 0 ആണ്. ഓക്കെ അല്ലെ?
ഓക്കെ റെഡി അല്ലേ? ഡിറ്റ് വാല്യൂ എന്താണ് മക്കളെ? 0 ആണ്. അപ്പൊ ഡിറ്റ് സോൾവ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് റൂൾ ഉണ്ട്? നമ്മുടെ സാധാ റൂൾ ഉണ്ട്, അതോടൊപ്പം നമ്മുടെ സറസ് റൂൾ ഉണ്ട് അല്ലെ. സറസ് റൂൾ ഞാൻ വെച്ചിട്ട് എന്താക്കി തരാം, ചെയ്ത് കാണിച്ചു തരാം, കാരണം പബ്ലിക് ഓഡിയൻസിന് ഇത് അറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ 1 2 -1 അല്ലെ, -3 4 k അല്ലെ, പിന്നെ എന്താണ് -4 2 6. എടാ റെഡി അല്ലേ? ഇത് നമ്മൾ അതേപോലെ എഴുതുകയാണ് അല്ലേടാ? അതെ സാർ. എന്നിട്ട് ഈ രണ്ട് റോസ് വീണ്ടും ഒന്നും കൂടി എന്താക്കുകയാണ് മക്കളെ, നമ്മൾ ഇവിടെ എടുത്ത് എഴുതുകയാണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞാൽ 1 -3 -4 അല്ലെ, 2 4 അതേപോലെ എന്താണ് 2 അല്ലെ, ഈസ് ഈക്വൽ ടു വാട്ട 0 ആണ് അല്ലെ. ഡിറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു റൂളാണ് 3 ഓർഡർ ഡിറ്റർമിനൻസ് ഓഫ് ഓർഡർ 3 സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് മക്കളെ സറസ് റൂൾ അല്ലെ, സറസ് റൂൾ. ഓക്കെ റെഡി അല്ലേ? അപ്പൊ സറസ് റൂൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താക്കുക, ആദ്യം എന്താക്കും, ഇവനെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. സോ 1 × 4 × 6 അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 24 ആണ് അല്ലെ. 2 × k × -4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മക്കളെ, -8 k ആണ് അല്ലെ. -1 × -3 × 2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, +6 ആണ്. എടാ റെഡി അല്ലേ? ഇനി നെഗറ്റീവ് ഓഫ്. ഓക്കെ അല്ലെ, നെഗറ്റീവ് ഓഫ്. ഓക്കെ -4 × 4 × -1 അല്ലെ എന്ന് പറഞ്ഞാൽ 4 × 4 16 അല്ലെ, 16 ആണ് അല്ലെ. 2k ഇതെന്താണ് മക്കളെ, +2k ആണ്. ഓക്കെ ഇനിയോ 6 × -3 × വാട്ട 2. മനസ്സിലായില്ലേ മക്കളെ? ഇപ്പം പബ്ലിക് ഓഡിയൻസിന് അഥവാ നമ്മുടെ നേരത്തെ ക്ലാസ്സില്ലാത്ത ഓഡിയൻസിന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ രണ്ട് റോസ് നമ്മൾ എന്താ, ഈ രണ്ട് കോളംസ് ഇവിടെ എടുത്തെഴുതുകയാണ്. എന്നിട്ട് ദിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് ദിങ്ങനെ നമ്മൾ എന്താക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ റെഡി അല്ലേ? ഇനി അവസാനത്തെ എന്താണ് മക്കളെ, 6 × -3 -18 അല്ലെ, × 2 എന്ന് പറഞ്ഞാൽ -36. -36 അല്ലേടാ മക്കളെ? യെസ്. ഓക്കെ ഇനി 24 + 6 30 ആണ് അല്ലെ. 30 മൈനസ് എന്താണ് 8k എന്ന് വരോടാ. റെഡി അല്ലേ? ഇനി അടുത്തത് എന്താണ്, നെഗറ്റീവ് ഓഫ്. ഓക്കെ 16 - 36 എന്ന് പറയുമ്പോൾ എന്താണ് -20 അല്ലെ, +2k. റെഡി അല്ലേ മക്കളെ? വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ് 0 ആണ് അല്ലെ. നമ്മൾ സോൾവ് ആയി കഴിഞ്ഞാൽ അല്ലെ 30 - -20 എന്ന് നമുക്ക് അറിയാൻ എന്താണ് 50 ആണ് അല്ലേടാ? യെസ് സാർ. ഓക്കെ -8k -2k എന്ന് പറയുമ്പോൾ എന്താണ് -10k ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 10k = 50 അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ k = n കിട്ടൂടാ, k = 5. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോ? മക്കളെ ക്ലിയർ ആയോ? വെരി ഗുഡ്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാം. മനസ്സിലായില്ലേ? രാവിലെ പഠിച്ചത് ഒന്നും കൂടി എന്താക്കുക, നമ്മൾ കോൺക്രീറ്റ് ഉറപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് = 0. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ആയിട്ട് നോൺ സിംഗുലാർ മെട്രിക്സിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് A ≠ = 0 എന്നാണ് നമ്മൾ ഓർത്ത് വേണ്ടത്. ഓക്കെ ഇനി മക്കളെ അടുത്ത എന്താണ് ശ്രദ്ധിക്കുക, ഇവിടെ ഇത് സിംഗുലാർ മെട്രിക്സ് അല്ലെ. അപ്പൊ ഇത് സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റ് വാല്യൂ എന്താണ് മക്കളെ, 0 ആണ് അല്ലടാ അല്ലേ മക്കളെ? യെസ് സാർ. ഓക്കെ അല്ലെ. ഡിറ്റ് = എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. എടാ ശരിയല്ലേ മക്കളെ? ഡിറ്റർമിനന്റ് ഓഫ് A = എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അപ്പൊ അഥവാ ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് 2 - k 2 1 3 - k അല്ലെ = എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും അല്ലെ. സോ നമുക്ക് എന്താ ഡിക്കമൺ പറ, 2 - k × 3 - k അല്ലെ, -2 = വാട്ട 0. റെഡി അല്ലേ? ഇനി മക്കളെ നമ്മൾ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറഞ്ഞാൽ പറ, 2 × 3 എന്താണ് 6. എടാ ശരിയല്ലേ? -k × 3 -3k അല്ലെ. പിന്നെ മക്കളെ 2 × k -2k അല്ലെ. പിന്നെ എന്താണ് +k² അല്ലെ, -2 = വാട്ട 0 മക്കളെ. അതെ സാർ. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ മക്കളെ? ഓക്കെ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് കിട്ടിയടാ, -5k അല്ലെ, +k² അല്ലെ. 6 - 2 നമുക്ക് എന്ത് കിട്ടി, -4 എന്ന് കിട്ടി അല്ലെ. അല്ല സോറി 4 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 0. നമുക്ക് വേണ്ടത് 5k - k² ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 5k - k² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അല്ലെ. അപ്പൊ 4 = -5k കൊണ്ടുപോയാൽ +5k ആവും അല്ലെ. k² പോയെന്നായി മക്കളെ -k² ആയി. എടാ മനസ്സിലായല്ലേ? സോ ആൻസർ ഇസ് വാട്ട് 4 എന്ന് കിട്ടി. മക്കളെ മനസ്സിലായില്ലേ? സോ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോടാ? ഐഡിയ റൊട്ടേറ്റ് ആയോ മക്കളെ? മക്കളെ മനസ്സിലായോടാ? ഓക്കെ സെറ്റ് അല്ലേടാ മക്കളെ? ഇത് കീമിൽ ചോദ്യമാണ്, അതുകൊണ്ടാണ് അല്ലെ. ശ്രദ്ധിക്കുക, ഇത് സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്യൂരിയൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ റെഡി. സോ മക്കളെ അടുത്ത ചോദ്യം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ, ഇതൊക്കെ കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ എന്താണ്, ഇഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഡിറ്റർമിനൻസ് ആർ ഇന്റർചേഞ്ച്ഡ്, ഓക്കെ then the value is okay remains unchanged എന്നാണ് പറയുന്നത്. ഇഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഡിറ്റർമിനൻസ് ആർ ഇന്റർചേഞ്ച്ഡ് then its value is, മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് റോ അതേപോലെ തന്നെ കോളവും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുക അല്ലെ. ഒരു A എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, അതിന്റെ റോ ഉള്ളതൊക്കെ നമ്മൾ കോളമാക്കി, കോളം ഉള്ളതൊക്കെ റോ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും മക്കളെ, A ട്രാൻസ്പോസ് ആയിട്ട് മാറും.
മനസ്സിലായില്ലേ അല്ലേ? അതല്ലേ നമ്മൾ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഇവിടെ 1 അല്ലെ 3 അല്ലെ 4 എന്ന് വിചാരിക്കുക, ഇത് എ ആണെന്ന് വിചാരിക്കുക. നമ്മൾ എ ട്രാൻസ്പോസ് എങ്ങനെ എടുക്കുക? ഈ പറഞ്ഞ ഈ കോളത്തിനെ ഞാൻ റോ ആക്കും അല്ലെ? യെസ് ഓക്കെ. അപ്പൊ 1 3 അല്ലെ, ഈ കോളത്തിനെയും ഞാൻ എന്താക്കും മക്കളെ? റോ ആക്കും അല്ലെ? വാട്ട് ഇസ് 2 4. മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. എടാ മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് എന്താണ്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റിമൈൻസ് വാട്ട്? അൺചേഞ്ച്ഡ്. മനസ്സിലായില്ലേ? ദിസ് റിമൈൻസ് അൺചേഞ്ച്ഡ്. അൺചേഞ്ച്ഡ്. ക്ലിയർ ആയോ മക്കളെ? Unchanged. Okay, so which option is correct? Option A is the correct answer. എടാ മക്കളെ മനസ്സിലായോടാ? യെസ് ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് ദിസ് വൺ അല്ലെ. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 2 ഇത് എന്ന് പറയാൻ എന്താണ്? ഓക്കെ, സംഭവമാണ്. എല്ലാം റെഡി അല്ലേ മക്കളെ? ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? എന്താണ്? കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. എടാ റെഡി അല്ലേ? വേർ എൻ എന്താണ് മക്കളെ? എൻ ഈസ് വാട്ട്? ഓർഡർ ഓഫ് മെട്രിക്സ്. എടാ മനസ്സിലായല്ലേ? എൻ ഈസ് ഓർഡർ ഓഫ് മെട്രിക്സ് അല്ലെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ 2 റൈസ് ടു സോറി ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാടാ? 2 സ്ക്വയർ ഇൻറ്റു ഡിറ്റ് എ എന്ന് പറയാം അല്ലെ? എങ്ങനെയാണ് 2 സ്ക്വയർ എന്ന് വന്നത്? ഇതൊരു 2/2 ഡിറ്റർമിനന്റ് ആണ് അല്ലെ? ഇതിന്റെ ഓർഡർ 2 ആണ്. അതാണ് അവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലെ? സോ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ലിസൺ മക്കളെ, എന്ത് കിട്ടൂടാ? യെസ് ഓക്കെ അല്ലെ? അഥവാ 4a അല്ലെ? അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് 2a നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? k ഇൻറ്റു എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a ആണ് അല്ലെ? ഇത് രണ്ടും കൂടി പോയടാ മക്കളെ. അപ്പൊ k ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി മക്കളെ? 4 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോടാ? എടാ മക്കളെ ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ആണോ? എന്താടാന്നും പറയാത്തെ മക്കളെ? സെറ്റ് ആയോടാ? വൈ ദിസ് ഗൈസ് ആർ ലൈക്ക് ദിസ്? ഓക്കെ റെഡി. അടുത്ത ചോദ്യം ഇവിടെ മക്കളെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് എഫ് ഓഫ് 5 എന്നാണ് അല്ലെ? ഒന്നും പണിയില്ല. ഇവിടെ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എഫ് ഓഫ് 5 കണ്ടുപിടിക്കാൻ നമ്മൾ സെഡിനുള്ളതൊക്കെ 5 ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ഇട്ടുകൂടാ? എഫ് ഓഫ് 5 അല്ലെ? സെഡിനുള്ളതൊക്കെ നമുക്ക് എന്താക്കാം? 5 ഇട്ട് കൊടുക്കാം. 5 3 8 അല്ലെ? റെഡി അല്ലെ? പിന്നെ എന്താണ്? 2 5 1 അല്ലെ? പിന്നെ എന്താണ്? 1 2 5 അല്ലെ? മക്കളെ നമുക്ക് ഇത് ഒന്നിക്കാൻ നമുക്ക് സറസ് റൂൾ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സാധാ പോലെ സോൾവ് ചെയ്യാം. ഞാൻ സറസ് റൂൾ വെച്ച് കാണിച്ചു തന്നില്ലേ? ഇത് ഞാൻ സാധാ പോലെ സോൾവ് ചെയ്ത് തരാം. ഓക്കെ അല്ലെ? സോ എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ അല്ലെ? നിങ്ങൾ നോക്കടാ, 5 ഇൻറ്റു ഓക്കെ 5 ഇൻറ്റു 25 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 23 ആണ് അല്ലെ? മൈനസ് 3 ഇൻറ്റു ഓക്കെ 10 മൈനസ് 1 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്? 9 ആണ്. ഓക്കെ അല്ലെ? പ്ലസ് 8 ഇൻറ്റു ഓക്കെ 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മൈനസ് 1 ആണ്. അതെ യെസ്. അപ്പൊ 5 ഇൻറ്റു 23 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 20 നമുക്കറിയാം 100 ആണ്. അപ്പൊ 3 ഇൻറ്റു 5 15 ആണ്. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 115 അല്ലെ? ഇനി മൈനസ് ഇതെന്താണ് മക്കളെ? 18 ആണ്. ഓക്കെ സോറി 27 ആണ് അല്ലെ? 3 ഇൻറ്റു ആണ് അല്ലെ? 27 ആണ് അല്ലെ? യെസ് സാർ. ഓക്കെ മൈനസ് 8 ആണ് അല്ലെ? നമുക്കറിയാം മൈനസ് 27 മൈനസ് 8 എന്ന് പറഞ്ഞാൽ മൈനസ് 35 ആണ് അല്ലെ? അപ്പൊ 115 നമ്മൾ 35 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ? 80 കിട്ടും. മനസ്സിലായില്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? സി ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായില്ലേ? 8 ഈസ് ദ റൈറ്റ് ആൻസർ. എടാ മക്കളെ ക്ലിയർ ആയോടാ മക്കളെ? ക്ലിയർ ആയോടാ മക്കളെ? റെഡി. അടുത്ത ചോദ്യം എന്താണ്? ശ്രദ്ധിക്കുക, ഇതേപോലെ മറ്റൊരു ചോദ്യമാണ്. എന്താ മക്കളെ? ദ വാല്യൂ ഓഫ് ലാംഡ സച്ച് ദാറ്റ് ദിസ് വൺ ഇസ് മൈനസ് 16. ഓക്കെ ദ വാല്യൂസ് ഓഫ് ലാംഡ ദെൻ ദ സം ഓഫ് വാല്യൂസ് ഓഫ് ലാംഡ ആണ് ചോദ്യം. എടാ റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ഒരു ഡിറ്റർമിനന്റ് ആണ് സോൾവ് ചെയ്യേണ്ടത് അല്ലെ? ഡിറ്റർമിനന്റ് ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഡിറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? കാരണം എന്താണ്? ഈ ഫസ്റ്റ് റോയില് 2 എലമെന്റ്സും എന്താണ്? 0 ആണ് അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേഗം എളുപ്പത്തിൽ സോൾവ് ചെയ്യാനോടാ അല്ലേ? കാരണം ഇവനെയും മൈൻഡ് ചെയ്യേണ്ട, 0 ഉള്ളവരോട് മൈൻഡ് ചെയ്യേണ്ട. സോ മൈനസ് 2 ഇൻറ്റു അല്ലെ? മൈനസ് 2 ഇൻറ്റു എന്ത് വരൂടാ? 6 ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ അല്ലെ? ഈസ് ഈക്വൽ ടു എന്ത് വരൂടാ? മൈനസ് 16 അല്ലെ? മക്കൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോയടാ. അപ്പൊ നമുക്ക് ഇത് 8 ആയടാ. ഓക്കെ അല്ലെ? സോ നമുക്ക് എന്തിട്ട് പറയാം? 6 ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? 8 അല്ലെ? അപ്പൊ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 ഇസ് ഈക്വൽ ടു വാട്ട്? 0 എന്ന് കിട്ടും. ഓക്കെ റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ഇതിന്റെ ലാംഡയുടെ വാല്യൂ ആണ്. അപ്പൊ ഒന്നിക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈനസ് 6 ആയിരിക്കും അല്ല? 6 ആയിരിക്കും ആൻസർ കേട്ടോ. അഥവാ ഇപ്പൊ ഇത് എന്താണ്? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ വാല്യൂസ് ആണ് അല്ല, അതിന്റെ സൊല്യൂഷൻസ് ആണ് ലാംഡ. ഓക്കെ അപ്പൊ സം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എന്താണ്? നമ്മൾ അത് വേണ്ട, അത് അറിയില്ലെങ്കിൽ പഠിക്കാൻ നിൽക്കണ്ട, പിന്നെ കൺഫ്യൂഷൻ കേട്ടോ. നമുക്ക് ഇത് സോൾവ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാലോ. എന്താ? മൾട്ടിപ്ലൈ കൂട്ടിയാൽ 8 ഗുണിച്ചാൽ മൈനസ് 6 എടുത്തിട്ട് മൈനസ് 4 മൈനസ് 2 അല്ലെ? സോ ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇസ് ഈക്വൽ ടു വാട്ട്? 0
അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാംഡ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0, ലാംഡ ഇസ് ഈക്വൽ ടു 4 അല്ലെ. അപ്പൊ ലാംഡ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0, സോ ലാംഡ ഇസ് ഈക്വൽ ടു 2 അല്ലെ മക്കളെ. അപ്പൊ ലാംഡയുടെ വാല്യൂസ് മൊത്തം ആഡ് സം ഓഫ് വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 4+2 അല്ലെ. 4+2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ഇത് സിംപിളി എന്താണ് 6 ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ് മക്കളെ? ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ കുട്ടന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ്? ഇഫ് എ ബി ദ സിമെട്രിക് മെട്രിക്സ് അല്ലെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 6, then determinant of A transpose equal to what? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാലും ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. രണ്ടും എന്താണ്, നമുക്ക് 6 ആണെന്ന് കൊടുക്കാം. റെഡി അല്ലേ? അത് നമ്മൾ കുറച്ച് മുമ്പ് ഇതിനൊരു ക്വസ്റ്റ്യൻ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എടാ മക്കളെ മനസ്സിലായോടാ? കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായോടാ? യെസ്. ഓക്കെ, അതിന് അടുത്ത ചോദ്യം മക്കളെ റെഡി അല്ലേ? ഇഫ് 2 rows of a determinants are identical, ഓക്കെ അല്ലേ, അപ്പൊ then the value of determinant is, ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതെങ്കിലും 2 റോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളം അല്ലെ ഈക്വൽ ആണെങ്കിൽ, ഓക്കെ അല്ലെ, the value of determinant is 0. ഈക്വൽ ആണെങ്കിൽ മാത്രമല്ലടാ, പ്രപ്പോർഷണൽ ആണെങ്കിലും എന്താണ്, വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് എന്താണ്, 0 ആണ്. എടാ റെഡി അല്ലേ? അതായത് മക്കളെ ഇവിടെ നോക്കൂ 2 2 2, ഓക്കെ അല്ലെ. അല്ലെങ്കിൽ വേണ്ട, ഇത് ഇപ്പൊ ഇങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പൊ ഇത് 2 3 4, ഇതും 2 3 4 അല്ലെ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ തന്നെ എന്തായി, 0 ആയി അല്ലെ. ഇനി മക്കളെ ഇത് 2 3 4, ഓക്കെ, ഇത് 2 3 4, ഓക്കെ 2 3 4, ഇതെന്താണ് 2 4 6, അതേപോലെ എന്താണ് 6, ഇത് 8. എടാ റെഡി അല്ലേ? 1 2 3. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താണ് മക്കളെ, ഇവരെന്താണ് പരസ്പരം എന്താണ് പ്രപ്പോർഷനിലാണ്. എടാ റെഡി അല്ലേ? ഇവരെന്താണ് പരസ്പരം പ്രപ്പോർഷനിലാണ്. അപ്പൊ അങ്ങനെ പ്രപ്പോർഷനൽ ആണെങ്കിലും ഡിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ? ഇനി മക്കളെ അടുത്ത ചോദ്യം ഇതാ, നിങ്ങൾ നോക്കടാ, ഇതാ. ഓക്കെ, അതിന്റെ സംഭവങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കുക, ഡെൽറ്റ നമുക്ക് ഇവിടെ തന്നെ വേഗം ഉത്തരം പറയാം അല്ലെ. എന്തുകൊണ്ടാണ്? എടാ മക്കളെ നിങ്ങൾ നോക്കടാ, ഇവര് പ്രപ്പോർഷണൽ അല്ലേ അല്ലെ. എങ്ങനെ പ്രപ്പോർഷൻ എന്ന് പറയാ? പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഉത്തരം കിട്ടണം അല്ലെ. അപ്പൊ 2 ഡിവൈഡ് ബൈ 6x അല്ലെ എന്ന് പറഞ്ഞാലും, ഓക്കെ 3 ഡിവൈഡ് ബൈ 9x അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, 8 4 ഡിവൈഡ് ബൈ 12x അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് മക്കളെ സെയിം അല്ലേടാ. പ്രൊവൈഡ് ദ കണ്ടീഷൻ ദാറ്റ് x ഈക്വൽ നോട്ട് ഈക്വൽ ടു 0. എപ്പോഴും അത് കൊടുക്കണം കേട്ടോ. ഡിനോമിനേറ്റർ x വന്നു കഴിഞ്ഞാൽ എടാ നിങ്ങൾ നോക്കടാ, അത് കഴിഞ്ഞാൽ മക്കളെ ഇത് കട്ടെ 1/3 അല്ലെ, 1/3 അല്ലെ, ഇത് 1/3x അല്ലേടാ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇവിടെ നോക്കൂ, ഈ 2 റോസ് എന്താണ് പ്രപ്പോർഷണൽ ആണ് അല്ലെ. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അവരെ 3 പേരെയും കറസ്പോണ്ടിങ് ആയ എലമെന്റ്സുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഉത്തരം കിട്ടുന്നതിന് നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതെന്താണ് പ്രപ്പോർഷണൽ ആടാ. അപ്പൊ ഇതെന്താണ് ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു വാട്ട്, 0 ആടാ. മക്കളെ മനസ്സിലായോടാ? മക്കളെ ഐഡിയ റൊട്ടേറ്റ് ആയോടാ? യെസ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചോദ്യം നോക്കൂ. ഈ ചോദ്യം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക, ഓക്കെ അല്ലെ, എന്നിട്ട് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ അതിനേക്കാൾ നല്ലത് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ എന്തോ ചില മൾട്ടിപ്ലിക്കേഷൻസിലൂടെയാണ് നമ്മൾ എന്താക്കിയത്, ഇങ്ങോട്ടേക്ക് എത്തിയത്. എടാ റെഡി അല്ലേ? സോറി, ഇവരിൽ നിന്നും എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് മക്കളെ ഇവനെ എത്തിയത്. അത് ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്താക്കിയാൽ മതി, കണ്ടുപിടിച്ചാൽ മതി. എടാ മനസ്സിലായില്ലേ? സോ ഗൈസ്, നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യുക അല്ലെ. ഇവിടെ 32 ഉണ്ട്, 24 ഉണ്ട്, 16 ഉണ്ട്. എടാ റെഡി അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ നിങ്ങൾ നോക്കടാ, ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് മനസ്സിലാവും അല്ലെ. 3 into 8 ആണ് 24 അല്ലെ. 3 into 8 ആണ് 24, ശരിയല്ലേ? യെസ്. ഓക്കെ, അതേപോലെ 16 into 2 ആണ് എന്ത് മക്കളെ, സോറി 2 into 8 ആണ് എന്താ 24. എടാ റെഡി അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കടാ മക്കളെ, 3 into 8 ആണ് 24, അതേപോലെ 2 into 8 ആണ് എന്താ മക്കളെ 16. മനസ്സിലായില്ലേ? 3 into 8 ആണ് 24, അതേപോലെ 2 into 8 ആണ് മക്കളെ എന്താ 16 അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലാവണം അല്ലെ, ഇവിടുന്ന് ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ ഈ ഡിറ്റർമിനന്റിനെ ആദ്യം എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 8 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ അല്ല? അപ്പൊ 8 into വാട്ട് ഈസ് ദാറ്റ്, 8 into അല്ലെ 1 3 2 2 3 5 അല്ലെ, 1 5 3 അല്ലെ. നമുക്കറിയാം ഒരു ഡിറ്റർമിനന്റിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഏതെങ്കിലും റോയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അങ്ങനെയാടാ. അതെ. അപ്പൊ ഞാൻ 8 ഞാൻ 1 83 അല്ലെ, അതേപോലെ എന്താണ് 82. എടാ റെഡി അല്ലേ? സോ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ 8 24 എന്താണ് 16. മനസ്സിലായില്ലേ മക്കളെ? അപ്പൊ ഇവന്റെ 2 പേരുടെയും പ്രശ്നം എന്തായി, സോൾവ് ആയി. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഇവിടെ പുറത്ത് 8 ഉണ്ട്. റെഡി അല്ലേ? പിന്നെ എന്താണ് 8 അല്ലെ, പിന്നെ എന്താണ് സോറി ഓക്കെ മക്കളെ 2 അല്ലെ, അതേപോലെ എന്താണ് മക്കളെ ശ്രദ്ധിക്കുക,
3 അതേപോലെ എന്താണ് 5 അല്ലെ 1 5 3. മക്കളെ നിങ്ങൾ നോക്കൂ, ഇനിയിപ്പോ നിങ്ങൾ നോക്കിയാട്ടെ ബാക്കി എല്ലാ സംഭവങ്ങളും എന്തായി സെയിം ആയി അല്ലെ. 24 16 കണ്ടോ, 24 16 എടാ റെഡി അല്ലേ മക്കളെ, നോക്കടാ 24 16 3 5 കണ്ടോ, 3 5 കണ്ടോ. ഓക്കെ, പിന്നെ 5 3 അല്ലെ, അതാ 5 3. മനസ്സിലായോ? ഒക്കെ സെയിം ആയി. പക്ഷെ ഇവിടെ മാത്രം ചെറിയ പ്രശ്നമുണ്ട് അല്ലേടാ. ഇവിടെ 32 ആണ്, അവിടെ എന്താണ് 8 ആടാ. അല്ല ഇവിടെ 8 ആണ്, ഇവിടെ 2 ആടാ. അല്ല ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടത്. ഈ ഡിറ്റർമിനന്റ് ഞാൻ ഇനി 4 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണോടാ അല്ലേ മക്കളെ. അതെ സാർ, അപ്പൊ 8 ഇൻറ്റു അല്ലെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് 8 2 1 അല്ലെ, 24 3 5 അല്ലേടാ. അപ്പൊ 16 5 അതേപോലെ എന്താണ് മക്കളെ 3 ആണ്. റെഡി അല്ലേ. അപ്പൊ മക്കളെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ഞാൻ എങ്ങോട്ടേക്കാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈ കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ഉണ്ട് അല്ലെ. ഡിറ്റർമിനന്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിലേക്ക് നമ്മൾ എന്താക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയിലേക്ക് നമ്മൾ എന്താക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതിയടാ അല്ലേ. പക്ഷെ മെട്രിക്സ് ആണെങ്കിൽ അങ്ങനെയല്ല, എല്ലാവർക്കും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടൂടാ. എന്താണ് 8 into 4 എന്താണ്, 32 സോറി. ഓക്കെ സോറി, മൾട്ടിപ്ലൈ ചെയ്ത പിന്നെ 8 വേണ്ടല്ലോ അല്ലെ. ഓക്കെ റെഡി അല്ലേ, 8 വേണ്ടല്ലോ. ഓക്കെ റെഡി അല്ലേ. സോ മക്കളെ ശ്രദ്ധിക്കാം, ലിസൺ. അപ്പൊ നമ്മള് 4 കൊടുക്കുവാണ് അല്ലെ. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി മക്കളെ, 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയാണ് മക്കളെ. ഓക്കെ റെഡി അല്ലേ. 4 എന്ത് കിട്ടിയാണ് മക്കളെ, കമോൺ പറയൂ എന്താണ്. 32 8 1 അല്ലെ, 32 8 4 അല്ലെ, 24 3 5 അല്ലെ, 24 3 5 അല്ലെ. ശ്രദ്ധിക്കുക, പിന്നെ എന്താണ് മക്കളെ 16 അല്ലെ, അതേപോലെ എന്താണ് മക്കളെ 16 5 3 അല്ലെ. അപ്പൊ നമ്മളിവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കിട്ടിയത്, അല്ല സോറി 32 കൊണ്ട് അല്ലെ, 8 into 4 32 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമുക്ക് ഉത്തരം കിട്ടിയത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താണ് 32. പക്ഷെ നമ്മൾ ഇത് കുറച്ച് വളഞ്ഞാലോചിക്കലാ, ഇത് വളരെ 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 വളഞ്ഞാലോചിക്കലാണ്. മനസ്സിലായില്ലേ. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ, ഞാൻ 2 രീതിയിലും പറഞ്ഞാൽ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും ആഡ് ചെയ്തത്. ഓക്കെ, എളുപ്പത്തിൽ എന്താക്കാം മക്കളെ ചെയ്യാം, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാലോചിക്കാം മക്കളെ. അഥവാ നമ്മള് ലെഫ്റ്റിൽ നിന്നും എന്താക്കാം റൈറ്റിലേക്കാണ് ഇപ്പോൾ പോയത് അല്ലെ. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ എന്താക്കണം മക്കളെ, ഇതാ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. മനസ്സിലായില്ലേ. നോക്കണേ, ഞാൻ ഇതാ ഇവിടെ നിന്ന് ഞാൻ ഇതിനെ ആക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. എടാ റെഡി അല്ലേ, നിങ്ങൾ നോക്കടാ. ശ്രദ്ധിക്കുക, ഞാൻ ശ്രദ്ധിക്കൂ, ഇവിടെ 32 അല്ലെ, 24 16 റെഡി അല്ലേ, 8 3 5 അല്ലെ, 4 5 3 അല്ലേടാ മക്കളെ. ശ്രദ്ധിക്കുക, ലിസൺ, ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഞാൻ ആദ്യം 8 പുറത്തെടുത്തു അല്ലെ. അപ്പൊ 8 പുറത്തെടുത്തു. അപ്പൊ 8 പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടിയത് മക്കളെ, ശ്രദ്ധിക്കുക 4 അല്ലെ. പിന്നെയോ ഓക്കെ, പിന്നെ മക്കളെ 4, പിന്നെ എന്താണ് 3 അതേപോലെ 2 എടാ റെഡി അല്ലേ. ഇവിടെ ആണെങ്കിൽ 8 3 5 റെഡി അല്ലേ, 4 5 3 അല്ലെ. മക്കളെ ഇത് നോക്കുന്ന സമയത്ത് ഇവരും ഇവരുടെ വ്യത്യാസമാണ്, ഈ റോ മാത്രമാണ് അല്ലെ. ഇവനും ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റോ മാത്രമാണ് അല്ലെ. അവിടെ ഞാൻ എന്താണ് മക്കളെ 4 വീണ്ടും പുറത്തെടുക്കുക അല്ലെ. അപ്പൊ 8 into 4 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി പറഞ്ഞാൽ 1 അല്ലെ, പിന്നെ എന്താണ് 2 1 എടാ റെഡി അല്ലേ. സോ നമുക്ക് 3 3 5 അല്ലെ, പിന്നെ എന്താണ് മക്കളെ 2 5 3. അപ്പൊ അങ്ങനെയും ചെയ്യാം, തിരിച്ചും ആലോചിക്കാം. മനസ്സിലായില്ലടാ. ഓക്കെ അല്ലെ. സോ 8 into 3 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ആട്ടാ, 8 into 3 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 32 എടാ. മനസ്സിലായില്ലേ, 32 റെഡി അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താക്കാം, ഈ ചോദ്യത്തെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ മക്കളെ. യെസ്, ക്ലിയർ ആണോ മക്കളെ, ക്ലിയർ ആണോ, സെറ്റ് ആണോ. യെസ്. ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം നോക്കൂ, ലിസൺ. അടുത്ത ചോദ്യം എന്താണ് ശ്രദ്ധിക്കുക, ഇവിടെ -a² ab ac അല്ലെ, ab -b² bc അല്ലെ, ഇങ്ങനെയൊക്കെ ഉണ്ട് എടാ റെഡി അല്ലേ. then lambda into what is that a² b² c², then the value of lambda is. ഓക്കെ മക്കളെ, നിങ്ങൾ ആരും ഇല്ലേ, റെഡി മക്കൾ ആരും ഇല്ലേ. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, നമുക്ക് ഒരു ഉഡായിപ്പ് ഇവിടെ എന്താക്കാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ. നമുക്ക് ഇവിടെ ഉഡായിപ്പ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയോ, ശ്രദ്ധിക്കുക ലിസൺ. ഞാൻ എക്കും അതേപോലെ ബിക്കും അതേപോലെ സിക്കും എന്ത് കൊടുക്കാണ്, 1 കൊടുക്കാണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് മക്കളെ -1 1 1 അല്ലെ, 1 -1 1 അല്ലെ, 1 1 -1 എടാ റെഡി അല്ലേ, ഈസ് ഈക്വൽ ടു ലാംഡ into 1 into 1 into 1 അല്ലെ, അഥവാ 1 തന്നെ എടാ. മനസ്സിലായില്ലേ. ഇനി മക്കളെ ഇത് നമ്മൾ എന്താക്കാം സോൾവ് ചെയ്യാം. പക്ഷെ ഇത് സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഓപ്പറേഷൻ കൂടി ഇവിടെ എന്താക്കാം മക്കളെ നടത്താം. എന്താണെന്നറിയോടാ, ഞാൻ C2 മാറ്റുകയാണ് അല്ലെ. എങ്ങനെയാണ്, C2 + C1 മനസ്സിലായില്ലേ. അതേപോലെ C3 മാറ്റുകയാണ്. എങ്ങനെയാണ് മക്കളെ, C3 + C1 എന്ന് പറഞ്ഞ് മാറ്റുകയാണ് എടാ റെഡി അല്ലേ. എന്തിനാണ് അങ്ങനെ മാറ്റുന്നത്, നിങ്ങൾ നോക്കൂ. എന്താണ് C2 gives C2 + C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സീറ്റിലെ ഓരോ എലമെന്റ്സിനെയും നമ്മൾ എന്താക്കുക, C1 കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ അല്ലെ. ശ്രദ്ധിക്കുക, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ C1 മാറ്റമൊന്നുമില്ല അല്ലെ, 1
1 അല്ലെ മക്കളെ ഇവ രണ്ടും C2 gives C2 plus C1 അല്ലെ C2 plus C1 അല്ലെ 1 plus -1 അല്ലെ എന്ന് പറയുമ്പോൾ അവൻ എന്തായിട്ട് പോയി 0 ആയിട്ട് പോയി. എടാ റെഡി അല്ലേ? ഇനി -1 plus 1 അല്ലെ അപ്പൊ അവനും എന്തായിട്ട് പോയി മക്കളെ 0 ആയിട്ട് പോയി. എടാ റെഡി അല്ലേ? ഇനി 1 plus 1 അവൻ എന്തായി 2 ആയി. മനസ്സിലായില്ലേ? ഇനി 1 minus 1 ഇവനും എന്തായിട്ട് പോയി മക്കളെ 0 ആയിട്ട് പോയി. എടാ റെഡി അല്ലേ? ഇനി 1 plus 1 അവൻ എന്തായി മക്കളെ 2 ആയടാ. ഓക്കെ അല്ലെ? ഇനി മക്കളെ -1 plus 1 എന്ന് പറയുമ്പോൾ എന്തായി 0 ആയി അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ അല്ലെ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്പർ ഓഫ് സീറോസ് നമ്മൾ ഡിറ്റർമിനന്റിൽ കൊണ്ടുവരുത്തിക്കാണ് നമ്മൾ എന്താക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്. കാരണം മനസ്സിലായില്ലേ? അപ്പൊ സാറിന് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് കത്തിയത് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലേ കിട്ടുക, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലേ കിട്ടുക. എന്റെ ഉദ്ദേശം ഇവർ രണ്ടുപേരും 0 ആക്കണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവരെ ഒഴുക്കിൽ വന്നിട്ട് ബാക്കി എന്തായി പോയതാണ് 0 ആയി പോയതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ അല്ലെ? മാക്സിമം എന്താക്കാം 0 ആക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ എന്താക്കാം ഉത്തരം കിട്ടും. റെഡി അല്ലേ? സോ മക്കളെ ഇവിടെ നോക്കൂ നിങ്ങൾ. അപ്പൊ -1 into അല്ലെ 0 into 0 0 അല്ലെ -4 അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ലാംഡ. അപ്പൊ 4 is equal to വാട്ട് ലാംഡ എന്ന് കിട്ടി. മനസ്സിലായില്ലേ മക്കളെ? ഈ ചോദ്യം ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് അല്ല ഉഡായിഫിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യയിലാണ്. റെഡി അല്ലേ? അപ്പൊ ഇതേ ചോദ്യം തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്കും ബിക്കും സിക്കും 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല, അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള മെത്തേഡിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് പോവാണ് ഈ ചോദ്യത്തിന് കേട്ടോ. അപ്പൊ ഒരേ ചോദ്യം തന്നെ 2 രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ് സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ റോയിൽ നിന്നും എ പുറത്തെടുക്കുന്നു, ഈ റോയിൽ നിന്നും ബി പുറത്തെടുക്കുന്നു, ഈ റോയിൽ നിന്നും സി പുറത്തെടുക്കുന്നു. ഓക്കെ എടാ മക്കളെ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും പറഞ്ഞിട്ട് പുറത്ത് എ ബി സി വരും അല്ലെ. അപ്പൊ ഈ റോയിൽ നിന്നും ഞാൻ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് ബാക്കി അവിടെ എ അല്ലെ, പിന്നെ എന്താണ് -b അതേപോലെ എന്താണ് സി എന്ന് വരും അല്ലെ. ഈ റോയിൽ നിന്നും ഞാൻ ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് മക്കളെ കമോൺ പറ -a b അതേപോലെ എന്താണ് മക്കളെ -b. എടാ റെഡി അല്ലെ? ഈ റോയിൽ നിന്നും സി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് മക്കളെ സംഭവിക്കുക പറഞ്ഞാട്ടെ എ അല്ലെ, പിന്നെ എന്താണ് മക്കളെ ബി അതേപോലെ എന്താണ് -c. മക്കളെ മനസ്സിലായോടാ? റെഡി അല്ലേ? ഇനി മക്കളെ കഴിഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും എന്താണ് ഇവിടുന്ന് എ പുറത്തെടുക്കാം, ഇവിടുന്ന് ബി പുറത്തെടുക്കാം, ഇവിടുന്ന് സോറി ഇത് -c അല്ല. ഓക്കെ മക്കളെ നോക്കൂ ഇവിടുന്ന് -c. റെഡി അല്ലേ? ചിലപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. റെഡി അല്ലേ? സോ മക്കളെ ശ്രദ്ധിക്കാം, ലിസൺ. അപ്പൊ ഇവിടെ ഞാൻ അഗൈൻ എന്ത് ചെയ്യണം മക്കളെ എ പുറത്തെടുക്കണം. ചിലപ്പോൾ ഇവിടെ ഈ 2 നെഗറ്റീവ് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചിലപ്പം ഇതില് എറർ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ അല്ലെ? ഇവിടെ നെഗറ്റീവ് ഓക്കെ നോക്കാം നമുക്ക്. മക്കളെ ഇവിടുന്ന് എ പുറത്തെടുക്കാം അല്ലെ. അപ്പൊ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ a² അല്ലെ, കാരണം ഓൾറെഡി ഇവിടെ a × a² b² c² എന്നായി. മനസ്സിലായില്ലേ? ഇവിടെ 1 -1 -1 അല്ലെ, -1 1 അതേപോലെ എന്താണ് മക്കളെ -1. എടാ റെഡി അല്ലേ? പിന്നെ മക്കളെ 1 1 -1 അറിയില്ല, ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ റെഡി. എന്റെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ സോൾവ് ചെയ്യാം അല്ലെ. ഇതേ ഓപ്പറേഷൻ തന്നെ കൊടുക്കുകയാണ്. എങ്ങനെയാണ് C2 മാറ്റുകയാണ്, എങ്ങനെയാണ് C2 + C1, C3 മാറ്റുകയാണ്, എങ്ങനെയാണ് മക്കളെ C3 + C1. എടാ മനസ്സിലായില്ലേ? സോ ഇവിടെ a² b² c² അല്ലെ. 1 -1 1 ഇതിന് മാറ്റമില്ല അല്ലെ. C2നും C3ക്കും മാത്രം മാറ്റം. -1 + 1 എന്ന് പറയുമ്പോൾ എന്താണ് 0 ആണ്. 1 - 1 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 0 ആണ്. 1 + 1 എന്താണ് 2 ആണ്. -1 + 1 എന്താണ് മക്കളെ 0 ആണ്. ഇവിടെ -2 എന്ന് വരും ഇവിടെ അല്ലെ. -1 -2 എന്ന് വരും അല്ലെ. പിന്നെ അഗൈൻ എന്താണ് മക്കളെ -1 + 0 എന്ന് വരും. മനസ്സിലായോടാ? യെസ് സാർ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി മക്കളെ a² b² c² അല്ലെ. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ 1 × അല്ലെ 1 × 0 × 0 ഓക്കെ 4 കറക്റ്റ് ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഓക്കെ a² b² c² അല്ലെ. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ മനസ്സിലായില്ലേ? സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് നാക്ക്. ഓക്കെ ഈ നാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ അല്ലെ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പഠിക്കണം. ഓക്കെ ഇനി മക്കളെ അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലെ ഈസ് ഈക്വൽ ടു 256. ദെൻ വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് കെ എന്നാണ് ചോദ്യം. മക്കളെ ഈ ചോദ്യം ഞാൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഞാൻ അതിനെ സോൾവ് ചെയ്യും. എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കുക, ലിസൺ. ഓക്കെ എ ഈസ് ഈക്വൽ ടു അല്ലെ, മക്കളെ ശരിക്കും ശ്രദ്ധിക്കണം. എ ഈസ് ഈക്വൽ ടു ഓക്കെ A is equal to ഞാൻ ഫസ്റ്റ് കോളത്തിൽ നിന്നും 4 പുറത്തെടുക്കണം. സാറേ പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ് പറ്റും. കാരണം ഇവിടെ 4 ഇത് 0 ഇത് 0 അല്ലെ. പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കോളത്തിനെയും നമ്മൾ ഓരോ എലമെന്റ്സിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യല. ഈ 4 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ എലമെന്റ്സിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 0നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ്. ഇതും എന്താണ് മക്കളെ 0 ആണ് അല്ലെ. സോ അപ്പൊ ഞാൻ ഇവിടുന്ന് 4 പുറത്തെടുത്തു അല്ലെ. ഇവിടുന്ന് മക്കളെ എനിക്ക് കെ പുറത്തെടുക്കാം. റെഡി അല്ലേ? യെസ്. ഓക്കെ ഇനി മക്കളെ ഇവിടുന്ന് എനിക്ക് എന്താക്കാം മക്കളെ കെ പുറത്തെടുക്കാം. എടാ റെഡി അല്ലേ? ഇൻറ്റു കെ എന്ന് വരും
അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ 1 0 0 അല്ലെ. പിന്നെ എന്താണ് മക്കളെ 1 1 0 1 1 1. ഓക്കെ മക്കളെ, ഇത് എളുപ്പത്തിൽ എന്തായി പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇതിന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പണിയില്ല. നമ്മൾ എന്താക്കിയാൽ മതി, ഡയഗണൽ എലിമെന്റ്സിന് എന്താക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിറ്റ് കണ്ടുപിടിക്കാൻ യാതൊരു പണിയില്ല മക്കളെ. നമ്മൾ എന്താക്കിയാൽ മതി, ഇവരെ ഡയഗണൽ എലമെന്റ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ഈ കോളം വെച്ചിട്ട് എന്താക്കുക, എക്സ്പാൻഡ് ചെയ്യുക. അപ്പോഴും അത്രേ പണിയുള്ളൂ. കാരണം 1 into അല്ലെ, 1 into 1 - 0. എടാ റെഡി അല്ലേ? അപ്പൊ തന്നെ അത്ര തന്നെ ആവുള്ളൂ. ഓക്കെ അല്ലെ? റെഡി അല്ലേ മക്കളെ? ഈസ് ഈക്വൽ ടു ആണ് 256 ആണ്. എടാ മനസ്സിലായില്ലേ? സോ 4k² അല്ലെ, 4k² is equal to what are 256. എടാ റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ k² is equal to 256 divided by 4 എന്ന് പറയുമ്പോൾ 64 ആണ്. അപ്പൊ k is equal to ±8 ആണ്. മോഡ് k എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 8 ആണ്. മനസ്സിലായോ? സോ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണ് മക്കളെ? യെസ്. ഓക്കെ, ഇനി മക്കളെ ആ ചോദ്യം ചെയ്യാം. ഇങ്ങോട്ട് നോക്കൂ. ഇതിലും നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണെന്നറിയോ? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താണെന്നറിയോ? ശ്രദ്ധിക്കുക, ഒരു ഡിറ്റർമിനന്റിന്റെ ഡിറ്റർമിനൻസ് എലമെന്റ്സ് ഒക്കെ AP-യിലാണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, വി ഹാവ് ദ ഷോർട്ട് കട്ട്. റെഡി അല്ലേ? ഒരു ഡിറ്റർമിനന്റിന്റെ എലമെന്റ്സ് ഒക്കെ AP-യിലാണെങ്കിൽ ആ ഡിറ്ററിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതിന് ഉത്തരം എന്താണ്? 0 ആണെങ്കിൽ ഇതിൽ AP ആണ്. നിങ്ങൾ നോക്കൂ, 13 16 19 14. ഓക്കെ, 13 16 19 അല്ലെ, 14 17 20. ഓക്കെ അല്ലെ, 15 18 21 അല്ലെ. ഓരോ ഇതും എന്താണ്? AP-യിലാണ്. അപ്പം എന്തായാലും അത് എന്താണ്? 0 ആണ്. എടാ റെഡി അല്ലെ? നമുക്ക് എന്താക്കി തരാം? അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചിടാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിടാം. റെഡി മക്കളെ? ഞാൻ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ വളരെ ചെറിയ ഓപ്പറേഷൻ ആണ്. C2യെ മാറ്റുന്നു. എങ്ങനെയാണ്? C2 - C1 അല്ലെ. ആൻഡ് C3യും മാറ്റുന്നു. എങ്ങനെയാണെന്ന് അറിയാം? C3 - C1. മനസ്സിലായോടാ? അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവന് C1-ന് യാതൊരു ചേഞ്ചും ഇല്ല അല്ലെ. മാറ്റം വരുന്ന ആൾക്കാർ ആര് മാത്രമാണ്? C2-ഉം C3-യും. എടാ റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ നോക്കൂ, 16 - 3 അല്ലെ എന്ന് പറയും 13 3 വരും. 17 - 14 3. 18 - 15 3. ഇനി 19 - 13 അല്ലെ, വാട്ട് ഇസ് ദാറ്റ്? 6 അല്ലെ. 20 - 14 വാട്ട് ഇസ് ദാറ്റ് മക്കളെ? അതും 6. 21 - 15 അതും എന്താണ് മക്കളെ? 6 ആണ്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ഈ രണ്ട് റോസും ഈ രണ്ട് കോളംസും എന്താണ്? പ്രപ്പോർഷനിലാണ് അല്ലെ. പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കറസ്പോണ്ടിങ് സാധനങ്ങളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരേ ഉത്തരമാണ് കിട്ടുക. അതിന് പ്രപ്പോർഷൻ എന്ന് പറയാം അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. എടാ മക്കളെ മനസ്സിലായില്ലേ? ആ ഡിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഓരൽസ് നമ്മൾ ഇതേപോലെ AP വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മക്കളെ? 0 എന്ന് പറയാം. എടാ റെഡി അല്ലേ? ഇനി മക്കളെ അതേപോലെ തന്നെ ഇതാ മക്കളെ നോക്കൂ, അടുത്ത ചോദ്യം. ഇതും നമുക്ക് എന്താക്കാം? ഇതേപോലെ ചെയ്യാം. റെഡി അല്ലേ? ഇവിടെ ഞാൻ ചെറിയ ഒരു ഓപ്പറേഷൻ ആണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഒന്നുമില്ല, ശ്രദ്ധിക്കാം. ഞാൻ ഇതേപോലെ R1-നെ മാറ്റുകയാണ്. ഓക്കെ അല്ലെ? R1-നെ മാറ്റുകയാണ് അല്ലെ. എങ്ങനെയാണ്? R1-നെ മാറ്റുന്നു അല്ലെ. R1-നെ ഞാൻ മാറ്റുന്നില്ല, R2-നെ മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, A1 A2 A3 are in AP അല്ലെ. then the value of this one is equal to, അതാണ് ചോദ്യം അല്ലെ. A1 A2 A3 are in AP, then the value of this one is equal to, അതാണ് നമ്മുടെ ചോദ്യം. റെഡി അല്ലേ മക്കളെ? ഞാൻ ഇവിടെ R2-നെ മാറ്റുകയാണ് അല്ലെ. R2-നെ എങ്ങനെയാണ് മാറ്റുന്നത്? R2 - R1. മനസ്സിലായില്ലേ? അതേപോലെ R3-യെ മാറ്റുകയാണ് അല്ലെ. എങ്ങനെയാണ് മക്കളെ? R3 - R1 എന്ന് മാറ്റുകയാണ്. എടാ മനസ്സിലായോ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, സോ അല്ല R3-യില് ഞാൻ അങ്ങനെ മാറ്റാം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, വളരെ എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാം. ഒറ്റ സാധനം മാത്രം മാറ്റും. ഒന്നും അങ്ങനെ ഫുള്ള് മാറ്റി കഷ്ടപ്പെടുന്നു വേണ്ട. C2-നെ മാത്രമേ മാറ്റുന്നുള്ളൂ. അതാണ് C2 - C1. ഓക്കെ അല്ലെ? അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ ഡിറ്റർമിനന്റ് അല്ലെ എന്തായിട്ട് മാറും? എഴുതാം മക്കളെ. എന്താണ്? A1 A2 A3. എടാ റെഡി അല്ലേ? ഇനി A2 - A1 അല്ലെ. പിന്നെ A3 - A2, പിന്നെ A4 - A3 അല്ലെ. പിന്നെ 1 1 1. എടാ മനസ്സിലായോടാ? റെഡി അല്ലേ? എടാ മക്കളെ, എന്താണ് ഒരു AP-യില് A2 - A1 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് കോമൺ ഡിഫറൻസ് അല്ലെ. അതൊരു AP-യിലെ എന്താണ്? സെക്കൻഡ് ടേം - ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാലും, തേർഡ് ടേം - സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാലും, ഫോർത്ത് ടേം - തേർഡ് ടേം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാടാ മക്കളെ? ഇറ്റ് ഈസ് വാട്ട് D അല്ലെ. ഇറ്റ് ഈസ് വാട്ട് D അല്ലെ. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാം A1 A2 A3 അല്ലെ. പിന്നെ എന്താണ് മക്കളെ? D D D അല്ലെ. 1 1 1 അല്ലെ.
ആൻസർ എന്തായി? 0 ആയി അല്ലെ? ഒന്നും കൂടി സംശയമുള്ളവർക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഡീനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം അല്ലെ. അഥവാ ഈ കോളത്തും ഞാൻ ഡീനെ എന്താക്കാണ് മക്കളെ പുറത്തേക്ക് എടുക്കാണ് അല്ലെ. അപ്പൊ അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു പറഞ്ഞിട്ട് ആ D into എടാ റെഡി അല്ലേ? A1 A2 A3 A1 A2 A3 അല്ലെ. പിന്നെ 1 1 1 1 1 1 അല്ലെ. 2 കോളംസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഉത്തരം എന്താണ് മക്കളെ? 0 ആണ് അല്ലെ. സോ ആൻസർ ഇസ് വാട്ട്? 0 എന്ന് കിട്ടി. ഓപ്ഷൻ ഇ. മനസ്സിലായില്ലേ? ഇതൊക്കെ പഠിച്ചു വെച്ചോ കേട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ മക്കളെ, റെഡി അല്ലേ മക്കളെ? അടുത്ത ചോദ്യം. ഒരു കാര്യം ചെയ്യാം, ഈ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതുമായി സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് ഇതിന്റെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനത് കാര്യം ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. റെഡി? സോ അടുത്ത ചോദ്യം മക്കളെ എന്താണ് നോക്കൂ. ഓക്കെ റെഡി? അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ലിസൺ, ഞാനത് ആപ്പിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി തറവായിട്ടുണ്ടാവില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? നോക്കടാ, എന്താണ്? കൺസിഡർ ദ ഫ്ലോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സി ഒന്നാമത്തത്, ടു എവരി റെക്ടാങ്കുലർ മെട്രിക്സ് ഓർഡർ ആൻഡ് വി ക്യാൻ അസോസിയേറ്റ് എ നമ്പർ കോൾഡ് ഡിറ്റർമിനന്റ് ഓഫ് എ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ? ഡെഫിനറ്റ്ലി ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? റോങ് ആണ് അല്ലെ. ഡെഫിനറ്റ്ലി ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം റെക്ടാങ്കുലർ മെട്രിക്സിന് എന്ത് ഡിഫൈൻഡ് അല്ല? ഡിറ്റർമിനന്റ് ഡിഫൈൻഡ് അല്ല. മനസ്സിലായില്ലേ? റെക്ടാങ്കുലർ മെട്രിക്സിന് ഡിറ്റർമിനന്റ് ഡിഫൈൻഡ് അല്ല. ഓക്കെ അല്ലെ? അപ്പൊ ഇത് എന്തായി? ഇത് പോയി, ഫിനിഷ്ഡ്. മനസ്സിലായില്ലേ? ഡിറ്റർമിനന്റ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് അസോസിയേറ്റ് ഈച്ച് എ സ്ക്വയർ മെട്രിക്സ്. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ അല്ലെ? അത് ഫംഗ്ഷൻ ആണെന്ന് പറയാനുള്ള കാരണം ഒരു ഡിറ്റർമിനന്റ് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ഡിറ്റർമിനന്റ്, ഒരു സ്ക്വയർ മെട്രിക്സിൽ ഡിറ്റർമിനന്റ് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഒന്നുണ്ടാവും അതേപോലത്തെ വാല്യൂ. സോ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ട്രൂ. ഓക്കെ, ഡിറ്റർമിനന്റ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് അസോസിയേറ്റ് ഈച്ച് സ്ക്വയർ മെട്രിക്സ് വിത്ത് എ യുണീക്ക് റിയൽ ഓർ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, സോ ദിസ് ഈസ് ട്രൂ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൺലി 2 ഇസ് ട്രൂ. മനസ്സിലായല്ലേ? 1 എന്താണ്? റോങ് ആണ്. മനസ്സിലായില്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? അടുത്ത ചോദ്യം എന്താണ് മക്കളെ? കൺസിഡർ ദ ഫ്ലോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിറ്റർമിനന്റ് എ ഈസ് ആൾസോ കോൾഡ് മോഡുലസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. റോങ്. അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ഇടുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ മോഡുലസ് ഒന്നും വിളിക്കുന്നൊന്നുമില്ല കേട്ടോ. അതൊരു കൺഫ്യൂസിങ് ആണല്ലോ. ദ റെക്ടാങ്കുലർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറയുമ്പോൾ, പക്ഷെ റെക്ടാങ്കുലർ മെട്രിക്സ് അല്ലേ? ഞാൻ നോക്കട്ടെ. ഓക്കെ, റെഡി അല്ലേ? ഓർഡർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആവില്ലേ? അത് ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഓക്കെ, റെഡി? സോ നമുക്ക് അടുത്തത് ശ്രദ്ധിക്കുക. എന്താണ്? കൺസിഡർ ദ ഫ്ലോയിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഈസ് ആൾസോ കോൾഡ് മോഡുലസ് ഓഫ് സ്ക്വയർ മെട്രിക്സ് എ. മക്കളെ അത് തെറ്റാണ് അല്ലെ. കാരണം എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താകുന്നില്ല മക്കളെ? മോഡുലസ് അല്ല. എടാ ശരിയല്ലേ? ഡിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ അതൊരിക്കലും എന്തല്ലടാ? മോഡുലസ് അല്ല. അമേ കറക്റ്റ് ആണോ? മോഡുലസ് ആണോ? അത് മോഡുലസ് അല്ല അല്ലെ. കാരണം അത് ഡിറ്റ് തന്നെയാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കാൻ വേണ്ടി പറ്റില്ലടാ മക്കളെ? മോഡുലസ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എടാ പറഞ്ഞ മനസ്സിലായില്ലേ? അത് തെറ്റാണ്. ഇനി അടുത്തത്, എവരി സ്ക്വയർ മെട്രിക്സ് ഹാസ് ഡിറ്റർമിനന്റ്. അത് കറക്റ്റ് ആണോ? എവരി സ്ക്വയർ മെട്രിക്സ് ഹാസ് ഡിറ്റർമിനന്റ് കറക്റ്റ് ആണോ? യെസ്, അത് കറക്റ്റ് ആണ്. എടാ മക്കളെ മനസ്സിലായില്ലേ? അതെന്താണ് മക്കളെ? കറക്റ്റ് ആണ്. എടാ റെഡി അല്ലേ? സ്ക്വയർ മെട്രിക്സ് ഹാസ് വാട്ട്? ഡിറ്റർമിനന്റ് അല്ലെ. അതെന്താണ്? കറക്റ്റ് ആണ്. റെഡി അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ സ്ക്വയർ മെട്രിക്സിനും എന്താണ്? ഡിറ്റർമിനന്റ്. സോ ഓൺലി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. എടാ മക്കളെ ക്ലിയർ ആയ? ഓൺലി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായില്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചോദ്യം നിങ്ങളൊന്ന് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞാട്ടെ. കമോൺ പറയോ. അടുത്ത ചോദ്യം മക്കളെ വേഗം ഉത്തരം പറഞ്ഞ. കമോൺ, വേഗം അടുത്ത ചോദ്യം ഉത്തരം പറഞ്ഞെ. കമോൺ 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 കമോൺ. ആൻസർക്ക് എന്താ നോക്കട്ടെ ക്വസ്റ്റ്യൻ. വേഗം 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 വേഗം. കമോൺ. ഓക്കെ മക്കളെ, ശരിക്കും ഇതില് ചെറിയ ഇതുണ്ട്. കാരണം സ്ക്വയർ റെക്ടാങ്കുലർ മെട്രിക്സ് എന്നുള്ള അങ്ങനെ അതിനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല.
സോ നമുക്ക് ഇവിടെ ഇത് കാര്യം ചെയ്ത് നമുക്ക് സ്ക്വയർ എന്നാക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എക്സാമിന് അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് വരില്ല കേട്ടോ. ഇതിന് സ്ക്വയർ എന്നാക്കാം. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് ഇതെന്താവും കറക്റ്റ് ആവും കേട്ടോ. റെഡി അല്ലേ? രണ്ടും എന്താവും കറക്റ്റും. ഓക്കെ, ബോത്ത് 1 ആൻഡ് ട്രൂ കറക്റ്റ് എന്ന് പറയും. ഓക്കെ, റെഡി റെഡി അല്ലേ? യെസ്, ഓക്കെ റെഡി. ലിസൺ. ഓക്കെ, നമുക്ക് അതിന് റെക്ടാങ്കിൾ അങ്ങനെ ഓർഡർ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, റെഡി. സോ ഗൈസ്, നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? ലിസൺ, അടുത്ത ചോദ്യം ലിസൺ എന്താണ്? Consider the following statements. Yes, എന്താണ്? A matrix cannot be reduced to a number. Determinant can be reduced. Which option is correct? Option C is the correct answer. Ready അല്ലേ? A matrix cannot be reduced to number. Ready അല്ലേ? Matrix cannot be reduced to number. എടാ റെഡി അല്ലേ? ഡിറ്റർമിനന്റ് നമുക്ക് എന്താക്കാം? ഒരു നമ്പർ ആക്കിയിട്ട് അതിനെ എന്താക്കാൻ വേണ്ടി പറ്റും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എടാ മക്കളെ റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. സോ അതെന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. എടാ റെഡി അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ഓക്കെ, if any two rows of a determinant are interchanged, then the sign of determinant changes. Okay, the sign of determinant changes. Okay, ready അല്ലേ? അതിന് ശ്രദ്ധിക്കുക. എടാ ഇവിടെ മെട്രിക്സ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു നമ്പർ എന്നാ പറഞ്ഞേ. മെട്രിക്സ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു എ നമ്പർ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. സ്ക്വയറിനും പറ്റില്ല, റെക്ടാംഗിളിനും പറ്റില്ല. മെട്രിക്സ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. മെട്രിക്സ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. അത് ഡിറ്റർമിനന്റ് ആയ മാത്രമേ എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ? അത് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? വൺസ് അത് ഡിറ്റർമിനന്റ് ആണെങ്കിൽ അതെന്താണ്? സ്ക്വയർ ആണ്, നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ അല്ലേ? സോ ഡിറ്റർമിനന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു നമ്പർ. ഓക്കെ അല്ലേ? സോ രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. ബോത്ത് 1ഉം 2ഉം കറക്റ്റാ. ഇത് മെട്രിക്സിനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ സ്ക്വയർ ആണോ ഒറ്റയ്ക്കാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? മെട്രിക്സ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. എടാ ക്ലിയർ അല്ലേ? മക്കളെ ക്ലിയർ അല്ലേ? ഓ സോറി എവരി മെട്രിക്സ് ആസ് ഡിറ്റർമിനന്റ്. ഓക്കെ, അത് സോറി അത് തെറ്റാണ്. ഓക്കെ അല്ലേ? കാരണം എവരി മെട്രിക്സിനും എന്തില്ല? ഡിറ്റർമിനന്റ് ഇല്ല അല്ലേ? കാരണം എന്താണ്? സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോറി. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? നൈദർ 1 nor 2. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. താങ്ക് യു, വെരി ഗുഡ്. റെഡി അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല, എവരി മെട്രിക്സിനല്ല, എവരി സ്ക്വയർ മെട്രിക്സ് ആണുള്ളത്. ഓക്കെ, താങ്ക് യു. റെഡി. സോ അടുത്ത ചോദ്യം എന്താണ്? If any two rows of a determinant are interchanged, then sign of determinant changes. കറക്റ്റ് അല്ലേ? ഏതെങ്കിലും രണ്ട് റോ നമ്മൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനന്റ് സൈൻ എന്താവും മക്കളെ? ചേഞ്ച് ആവും അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സൈൻ എന്താവും മക്കളെ? ചേഞ്ച് ആവും. റെഡി അല്ലേ? അത് കറക്റ്റ് ആണ്. ഇഫ് എനി ടു റോസ് ഓർ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്, ദ സൈൻ ഓഫ് ഡിറ്റർമിനന്റ് റിമൈൻ സെയിം. ഓക്കെ അല്ലേ? അതെന്താണ്? തെറ്റാണ്. റെഡി അല്ലേ? സോ ഇത് തെറ്റാണ്, ഇതെന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, സോ ഓൺലി 1 is true is the right answer. Okay, so option A is the right answer. ഓക്കെ മക്കളെ, റെഡി അല്ലേ? സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണോ മക്കളെ? കാര്യങ്ങളൊക്കെ മനസ്സിലായോടാ? ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. കമോൺ. ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. റെഡി? അപ്പൊ മക്കളെ, ഇന്ന് പഠിപ്പിച്ച കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയില്ലേ? തറവായില്ലേ? ഓക്കെ അല്ലെ? ഇന്ന് പഠിപ്പിച്ച കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയില്ലേ മക്കളെ? തറവായില്ലേ? ഓക്കെ, റെഡി? യെസ്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ?
ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വേണ്ട, അത് സ്ക്വയർ എന്നാണ് വേണ്ടത്. അത് പ്രിന്റിംഗ് റൈറ്റ് വന്ന കേട്ടോ ക്വസ്റ്റ്യനിൽ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്നാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേണ്ടത്, പ്രിന്റിംഗ് റൈറ്റ് വന്നതാണ്. ഓക്കെ, സോ ഗൈസ് നമുക്ക് കാണാം, പക്കലാം. റെഡി? അപ്പൊ അടുത്ത ഇതിലേക്ക് നമുക്ക് കാണാം. ബൈ ബൈ, സി യു. ഡക്കോ? ആ, താറാവ്. ഓക്കെ, ശരി 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 ശരി, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് ഒക്കെ വൃത്തിക്ക് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചെയ്യാം കേട്ടോ. ഇതൊക്കെ നല്ല സ്കോറിംഗ് ആയ ചാപ്റ്റേഴ്സ് അല്ലേ. ഓക്കെ, ബൈ ബൈ, സി യു.